നമസ്തേ. പുത്തൻ പുലരിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്കറിയാം, ഓരോ പ്രഭാതവും ഓരോ പ്രതീക്ഷകളാണ്. ഇന്ന് ഒരു വലിയ ജനതയുടെ പ്രതീക്ഷ അത് സാഫല്യത്തിലേക്ക് കടക്കുന്ന ഒരു സുദിനമാണ്. ഭാരതത്തിലേക്ക് കടന്നു വന്ന അധിനിവേശ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടം നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് പിന്നാലെ അധിനിവേശ ശക്തികളുടെ അടയാളങ്ങൾ പോലും ഭാരതം മായ്ച്ചു കളയുന്നു, അതിനെ തിരുത്തുന്നു. ഒപ്പം എടുത്തു പറയേണ്ടത് അധിനിവേശ നിയമങ്ങളെക്കുറിച്ചാണ്. അധിനിവേശ നിയമങ്ങൾക്കെതിരെയും ശക്തമായ പ്രക്ഷോഭമാണ് ഭാരതം അലയടിച്ചത്. അതിൻ്റെ ഏറെ ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത് വഖഫ് നിയമമാണ്. വഖഫ് നിയമത്തിനെതിരായുള്ള പ്രക്ഷോഭം അവസാനിച്ചത് വഖഫ് നിയമ ഭേദഗതി ബിൽ പാർലമെൻറ്റിൽ പാസ്സായതോടെയാണ്. ഒപ്പം അത് ഇന്ന് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയക്കും. തുടർന്ന് ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് ശക്തമായൊരു പരിഹാരമാകുമെന്നുള്ളൊരു പ്രതീക്ഷ കൂടിയാണ് ഇന്നത്തെ ദിനം പറഞ്ഞു വയ്ക്കുന്നത്. അതേസമയം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ മാസപ്പടി കേസിൽ അന്വേഷണം മുറുകുന്നു. സമഗ്രമായ വാർത്തകൾ നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. പാർലമെന്റ് കടന്ന വഖഫ് ഭേദഗതി ബിൽ ലോക്സഭയ്ക്ക് പിന്നാലെ രാജ്യസഭയിലും പാസ്സായി. ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തത് 128 പേർ, എതിർത്തത് 95 അംഗങ്ങൾ. രാഷ്ട്രപതി ഒപ്പിടുന്നതോടെ നിയമമാകും. നരേന്ദ്രമോദിക്ക് ജയ് വിളിച്ച മുനമ്പം ജനത. മാസപ്പടി കേസിൽ പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചതോടെ തുടർ നീക്കങ്ങൾ വേഗത്തിലാക്കാൻ SFIO. മുഖ്യമന്ത്രിയുടെ മകൾ അടക്കമുള്ള പ്രതികൾക്ക് ഉടൻ സമൻസ് അയക്കും. കുറ്റപത്രം റദ്ദാക്കാൻ പ്രതികൾ കോടതിയെ സമീപിക്കാനും സാധ്യത. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തം. ആശാവർക്കർമാരുമായി വീണ്ടും സമരത്തിന് സർക്കാർ. ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ആശമാർ എത്തുമോ എന്നതിലും അവ്യക്തത. സമരം 54-ാം ദിവസം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീലങ്കയിലേക്ക് സന്ദർശനം. പ്രസിഡന്റ് അനുരകുമാര ദിസനായികയുടെ പ്രത്യേക ക്ഷണപ്രകാരം നയതന്ത്ര ബന്ധവും സഹകരണവും മെച്ചപ്പെടുത്തും. IPL-ൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന് തുടർച്ചയായ 3ാം തോൽവി. കൊൽക്കത്തയോട് തോറ്റത് 80 റൺസിന്. ഇന്ന് മുംബൈ ഇന്ത്യൻസ് ലക്നൗ സൂപ്പർ ജയൻസിനെ നേരിടും. വിശദമായ വാർത്തകളിൽ ആദ്യം ശബരിമല വിശേഷത്തിലേക്കാണ്. ശബരിമല തിരുവുത്സവം ഇന്ന് 3ാം ദിവസം. രാവിലെ 10:30 ഉത്സവ ബലി ചടങ്ങുകൾ തുടങ്ങും. ഉത്സവ ബലി ചടങ്ങുകളുടെ സമയത്ത് ഭക്തർക്ക് ദർശനമുണ്ടാകില്ല. വൈകിട്ട് പടിപൂജയും ശ്രീഭൂത ബലിയും ഉണ്ട്. നട തുറന്ന് ആദ്യ 3 ദിവസങ്ങളിൽ തിരക്ക് കുറവായതിനാൽ ഭക്തർക്ക് സുഗമമായ ദർശനം സാധ്യമാക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് മിഥുൻ മുരളി ചേർന്നുണ്ട്. മിഥുൻ, ഇന്നത്തെ ഭക്തരുടെ തിരക്ക് എങ്ങനെയാണ്? വിഷ്ണു, രാവിലെയും തിരക്ക് നന്നേ കുറവാണ്. സുഗമമായ ദർശനം ലഭിക്കുന്ന ദിവസങ്ങളാണ് കഴിഞ്ഞ 3 ദിവസമായിട്ട്. 8,675 ഭക്തർ ആണ് ഇന്നലെ ദർശനം നടത്തിയത്. രാവിലെ ഭക്തരുടെ എണ്ണത്തിൽ കുറവുള്ളത് കൊണ്ട് തന്നെ ഭക്തർക്ക് സാവധാനം പടികയറി അയ്യപ്പസ്വാമിയെ ദർശിക്കുന്നതിന് കഴിഞ്ഞ 2 ദിവസമുള്ള സമാനമായ അവസരം ഇന്നും ഉണ്ട്. ഇന്ന് രാവിലെ 10:30 ഉത്സവബലി തുടങ്ങും. ഉത്സവബലി ദർശന ചടങ്ങുകളുടെ സമയത്ത് ഭക്തർക്ക് ദർശനം ഉണ്ടാവുകയില്ല. 2.5 മണിക്കൂർ സമയമാണ് ചടങ്ങുകൾ ഉള്ളത്. ഉച്ചയ്ക്ക് 1 മണിക്ക് ഉച്ചപൂജ പൂർത്തിയാക്കി നടയടയ്ക്കും. പിന്നീട് വൈകിട്ട് 5 മണിക്ക് നട തുറക്കും. വൈകിട്ട് 6:30 ദീപാരാധന. ദീപാരാധനയ്ക്ക് ശേഷം പടിപൂജയുണ്ട്, മുളപൂജ, അത്താഴപൂജ, ശ്രീഭൂതബലി. ശ്രീഭൂതബലിയുടെ സമയത്തും പടിപൂജയുടെ സമയത്തും ഭക്തർക്ക് വൈകിട്ടും ദർശനം ഉണ്ടാവുകയില്ല. ഈ സമയത്തുള്ള ഭക്തജനങ്ങളെ നടപ്പന്തലിലും ഫ്ലൈ ഓവറിലുമായിട്ട് മാറ്റും. അവിടെ ഭക്തജനങ്ങൾക്ക് ഈ ചടങ്ങുകൾ പൂർത്തിയാകുന്നതുവരെ കാത്തു നിൽക്കേണ്ടി വരും. സുഗമമായ ദർശനം
ഒന്നാം തീയതി നട തുറന്ന അന്ന് മുതൽ ഇന്ന് മൂന്നാം ഉത്സവ ദിനം വരെ ഭക്തർക്ക് സാധ്യമാകുന്നുണ്ട്. കാരണം തിരക്ക് നന്നേ കുറവാണ്. സാധാരണ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മുൻ വർഷങ്ങളിലേതിന് സമാനമായി ഉത്സവ ചടങ്ങുകൾക്കാണ് ഉത്സവ സമയത്ത് പ്രാധാന്യം ദർശനത്തെക്കാൾ കൂടുതൽ. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഭക്തജനങ്ങൾ ധാരാളമായി ഉത്സവ സമയത്ത് എത്തുക പതിവില്ല. ഇത്തവണയും അതുപോലെ തന്നെയാണ്. ഉത്സവ സമയത്ത് കഴിഞ്ഞ 3 ദിവസമായിട്ട് തിരക്ക് നന്നേ കുറവും. എത്തുന്ന ഭക്തജനങ്ങൾക്ക് സാവധാനം പടികയറി 18-ാം പടി തൊട്ടുവണങ്ങി സാവധാനം മുന്നോട്ട് ശ്രീകോവിലിന് സമീപത്തേക്ക് വന്ന് കൊടിമരച്ചുവട്ടിൽ നിന്നും നേരെ ബലിക്കൽപുര വഴി സാവധാനം ദർശനം സാധ്യമാകുന്ന ദിവസങ്ങളാണ്. സുഗമമായ ദർശനമാണ് ഭക്തജനങ്ങൾക്കെല്ലാം ലഭിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ 10-ാം തീയതിക്ക് ശേഷമാണ് തിരക്ക് പ്രതീക്ഷിക്കുന്നത്. വിഷുവിനോടനുബന്ധിച്ച ദിവസങ്ങളിൽ എല്ലാ വർഷവും വലിയ തിരക്ക് ഉണ്ടാകാറുണ്ട്. വിഷു കണി ദർശനത്തിനുമൊക്കെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ള ഭക്തജനങ്ങൾ ധാരാളമായി എത്തും. ആ ദിവസങ്ങളിൽ ആവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ, ക്രമീകരണങ്ങൾ എല്ലാം പൂർത്തിയായിട്ടുണ്ടെന്ന് ദേവസ്വം ബോർഡും അറിയിക്കുന്നു. ഒരു മിനി തീർത്ഥാടന കാലത്തിന് സമാനമായ ഒരുക്കങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ടെന്നാണ് ദേവസ്വം ബോർഡ് അറിയിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്നത് വിഷുക്കാലത്താണ്. വിഷുദിനത്തിൽ പുലർച്ചെ 4 മണി മുതൽ വിഷുക്കണി ദർശനം ആരംഭിക്കും. ഈ സമയത്ത് വിഷുക്കണി ദർശനത്തിനുമൊക്കെ ആയിട്ട് കുഞ്ഞ് അയ്യപ്പന്മാരുമൊക്കെ ആയിട്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ധാരാളം ഭക്തജനങ്ങൾ എത്തുന്നതിനുള്ള സാധ്യത കണക്കിലെടുക്കുന്നുണ്ട്. മുൻ വർഷങ്ങളിലും ഈ സാധ്യത ഈ കാര്യം ആവർത്തിക്കുകയും ചെയ്തിരുന്നു. തിരക്ക് ആ സമയത്തായിരുന്നു കൂടുതലായി ഉണ്ടാകുകയും ചെയ്തിരുന്നത്. ഇപ്പോൾ ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ, ഉത്സവബലി ആണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ. പള്ളിവേട്ട ദിവസം വരെ ഉത്സവബലി ഉണ്ട്. ശ്രീഭൂതബലി അത് വൈകിട്ടുണ്ട്. പടിപൂജ എല്ലാ ദിവസവും ഉണ്ട്. 9-ാം തീയതിയാണ് ശരംകുത്തിയിലേക്ക് പള്ളിവേട്ട എഴുന്നള്ളത്ത്. 9-ാം തീയതി രാത്രി 10-ാം തീയതി രാത്രി 9 മണിയോടുകൂടി പള്ളിവേട്ട എഴുന്നള്ളത്ത് ശരംകുത്തിയിലേക്ക് പുറപ്പെടും. പള്ളിവേട്ട കഴിഞ്ഞ് തിരിച്ചെത്തുന്ന ഭഗവാൻ ശ്രീകോവിലിന് സമീപത്ത് പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന മണ്ഡപത്തിലാണ് പള്ളിയുറങ്ങുന്നത്. പിറ്റേ ദിവസം രാവിലെ ശ്രീകോവിലിലേക്ക് എഴുന്നള്ളി ചടങ്ങുകൾ പൂർത്തിയാക്കും. 9 മണിയോടുകൂടി ഉഷപൂജയും ആറാട്ട് ബലിയും പൂർത്തിയാക്കി 11-ാം തീയതി രാവിലെ 9 മണിയോടുകൂടി ആറാട്ട് ഘോഷയാത്ര പമ്പയിലേക്ക് പുറപ്പെടും. രാവിലെ 11 മണിക്കാണ് പമ്പയിൽ ആറാട്ട് നടക്കുന്നത്. വൈകിട്ട് 4 മണി വരെ ആറാട്ടിന് ശേഷം ഭഗവാനെ പമ്പ ഗണപതി ക്ഷേത്രത്തിൽ എഴുന്നള്ളിച്ചിരുത്തും. 4 മണിക്ക് ആറാട്ട് ഘോഷയാത്ര സന്നിധാനത്തേക്ക് പുറപ്പെടും. സന്നിധാനത്ത് ആറാട്ട് ഘോഷയാത്ര എത്തുന്നതോടുകൂടി കൊടിയിറങ്ങും. 10 ദിവസത്തെ അയ്യപ്പസ്വാമിയുടെ പൈങ്കുരി ഉത്രം ഉത്സവത്തിന് 11-ാം തീയതി സമാപനമാകും. 12-ാം തീയതി വിഷുപൂജകൾ തുടരുന്നതിനാൽ രാവിലെ നട തുറക്കും. 18-ാം തീയതി വിഷു മേടമാസ പൂജകളെല്ലാം പൂർത്തിയാക്കി നടയടയ്ക്കും. ഏപ്രിൽ മാസം 18 ദിവസം നട തുറന്നിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മിനി തീർത്ഥാടന കാലത്തിന് സമാനമായ ഒരുക്കങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് എന്നാണ് ദേവസ്വം ബോർഡ് അറിയിക്കുന്നത്. ഈ ദിവസങ്ങളിൽ തിരക്ക് നന്നേ കുറവാണെങ്കിലും അത് കണക്കിലെടുക്കേണ്ടതില്ല. അതെല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. ഉത്സവ ചടങ്ങുകൾക്ക് പ്രാധാന്യമുള്ളതുകൊണ്ടും കൂടുതൽ സമയം ഭക്തർക്ക് ദർശനം സാധ്യമാകാത്തത് കൊണ്ടുമൊക്കെ ചടങ്ങുകൾ നടക്കുന്നത് കൊണ്ടുമൊക്കെ ഈ സമയം ഭക്തർ അങ്ങനെ കൂടുതലായി എത്താത്തതാണ്. പക്ഷേ അത് കണക്കിലെടുക്കേണ്ടതില്ല. വിഷുവിനോടനുബന്ധിച്ച ദിവസങ്ങളിൽ ധാരാളം ഭക്തജനങ്ങൾ എത്തും. ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ വർധനവ് ഈ ദിവസങ്ങളിൽ ഉണ്ടാകും. അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ, മുന്നൊരുക്കങ്ങൾ ഒക്കെയാണ് ദേവസ്വം ബോർഡ് ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നതും എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും രാവിലെ എത്തുന്ന ഭക്തജനങ്ങൾ സുഗമമായ ദർശനം സാധ്യമായി മടങ്ങുന്നു. സന്തോഷപൂർവ്വം മടങ്ങുന്ന ഭക്തജനങ്ങളെയാണ് കഴിഞ്ഞ 3 ദിവസമായി ശബരിമലയിൽ കാണുന്നത്. സാവധാനം 18-ാം പടി തൊട്ട് വണങ്ങി കയറി തിരക്ക് ഭക്തജന പ്രവാഹമുള്ള ദിവസങ്ങളിലൊന്നും അത് സാധ്യമാകാറില്ല. വളരെ വേഗത്തിൽ 18-ാം പടി കയറേണ്ടി വരും. മിനിറ്റിൽ 80 ഭക്തജനങ്ങളെ ഒക്കെ വീതം 18-ാം പടി കയറ്റുമ്പോൾ വളരെ വേഗത്തിൽ 18-ാം പടി കയറുന്ന ഭക്തജനങ്ങളെയാണ് മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തും തിരക്ക് കൂടുതലുള്ള ദിവസങ്ങളിലെല്ലാം കാണുന്നതെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് അങ്ങനെയല്ല. സാവധാനം ഭക്തജനങ്ങൾക്ക് 18-ാം പടി കയറി കൊടിമരച്ചുവട്ടിലേക്ക് എത്താം. പിന്നീട് കൊടിമരച്ചുവട്ടിൽ നിന്നും ബലിക്കൽപുര വഴി 2 വരികളായി പരീക്ഷണാടിസ്ഥാനത്തിൽ മീനമാസ പൂജ സമയത്ത് തുടങ്ങിയ നേരിട്ടുള്ള ദർശന രീതി തുടരുകയും ചെയ്യുന്നു. 20 സെക്കൻഡൊക്കെ വരെയാണ് സാധാരണഗതിയിൽ പരമാവധി ഭക്തജനങ്ങൾക്ക് അയ്യപ്പസ്വാമിയെ തിരക്കുള്ള ദിവസങ്ങളിൽ കാണുന്നതിനുള്ള അവസരം ഉണ്ടാവുക. പക്ഷേ ഈ സമയങ്ങളിൽ തിരക്ക് കുറവായതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ഭക്തജനങ്ങൾക്ക് അയ്യപ്പസ്വാമിയെ ദർശിക്കുന്നതിനുള്ള അവസരമൊക്കെ, തിരക്ക് കൂടാതെ ദർശനം നടത്തുന്നതിനുള്ള അവസരമൊക്കെ ഈ ദിവസങ്ങളിൽ 1-ാം തീയതി നട തുറന്നപ്പോൾ മുതൽ എത്തുന്ന ഭക്തജനങ്ങൾക്ക് സാധ്യമാകുന്നുണ്ട്. രാവിലെ 10:30 ഉത്സവബലി തുടങ്ങുന്ന സമയത്ത് 2.5 മണിക്കൂർ ഭക്തർക്ക് ദർശനമില്ല. പിന്നീട് വൈകിട്ട് നട തുറന്നാലും പടിപൂജ ഒരു 1.5 മണിക്കൂർ സമയമുണ്ട്. ആ സമയത്തും ഭക്തജനങ്ങൾക്ക് ദർശനമില്ല. ശ്രീഭൂതബലി 1 മണിക്കൂറുണ്ട്. ആ സമയത്തും ഭക്തജനങ്ങൾക്ക് ദർശനമില്ല. അങ്ങനെ രാവിലെ 10:30 ശേഷം എത്തുന്ന ഭക്തജനങ്ങൾക്ക് ദർശനം ലഭിക്കില്ല. പിന്നീട് 5 മണിക്ക് നട തുറന്നാൽ ശേഷം മാത്രമേ ദീപാരാധന വരെയുള്ള സമയത്ത്
ദർശനം സാധ്യമാകും. പിന്നീട് പടിപൂജയുടെ സമയത്തും ദർശനം ഇല്ല. ശ്രീഭൂതബലിയുടെ സമയത്തും ദർശനമില്ല. രാവിലെ 10 മണിക്ക് മുൻപ് എത്തുന്ന ഭക്തജനങ്ങൾക്ക് സുഗമമായ നേരിട്ടുള്ള പെട്ടെന്നുള്ള ദർശനം സാധ്യമാകും. പിന്നീട് വൈകിട്ട് 2 മണിക്കൂർ മാത്രമാണ് ദർശനത്തിന് സമയം ലഭിക്കുന്നത്. 10 മണിക്ക് ഹരിവരാസനം പാടി നട അടയ്ക്കും. അതുകൊണ്ട് ഉത്സവ സമയത്ത് 10 മണിക്ക് മുൻപായിട്ട്, രാവിലെ 10 മണിക്ക് മുൻപായിട്ട് എത്തുന്ന ഭക്തജനങ്ങൾക്ക് പെട്ടെന്നുള്ള ദർശനം സാധ്യമാകും, സുഗമമായ ദർശനം സാധ്യമാകും. രാവിലെയും വൈകിട്ടും ചടങ്ങുകൾ നടക്കുന്നത് കൊണ്ട് ദർശനം ക്രമീകരിച്ചിരിക്കുന്നതിൽ ഭക്തജനങ്ങൾക്ക് ദർശന ക്രമീകരണത്തിൽ മാറ്റമുണ്ട്. ഈ സമയത്ത് വൈകിട്ട് പടിപൂജയുടെ സമയത്തും ശ്രീഭൂതബലിയുടെ സമയത്തും ദർശനം ഇല്ല. രാവിലെ ഉത്സവബലി ചടങ്ങുകൾ നടക്കുന്ന 2.5 മണിക്കൂർ സമയവും ഭക്തജനങ്ങൾക്ക് ദർശനമില്ല. ഈ സമയത്ത് എത്തുന്ന ഭക്തജനങ്ങളൊക്കെ ഫ്ലൈ ഓവറിലും താഴെ നടപ്പന്തലിലുമൊക്കെ കാത്തു നിൽക്കേണ്ടി വരും. ഈ ചടങ്ങുകൾ പൂർത്തിയാകുന്ന അത്രയും സമയം നടപ്പന്തലിലും ഫ്ലൈ ഓവറിലുമൊക്കെ ഭക്തജനങ്ങളെ മാറ്റും. അവിടെയാണ് ഭക്തജനങ്ങൾക്ക് ഈ സമയത്ത് ചടങ്ങുകൾ പൂർത്തിയാകുന്ന സമയം വരെ കാത്തു നിൽക്കേണ്ടി വരിക. എന്തായാലും ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങൾ എല്ലാം ഉത്സവത്തിന് ശേഷം നട തുറന്നിരിക്കുന്ന വിഷു പൂജകളിലുമൊക്കെയായിട്ട് ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ടെന്ന് ദേവസ്വം ബോർഡ് അറിയിക്കുന്നു. കൂടുതൽ ആളുകളെ, ഭക്തജനങ്ങളെ വിഷുവിനോടനുബന്ധിച്ച ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നു. ധാരാളം ആളുകൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ആ ദിവസങ്ങളിലായിരിക്കും എത്തുക എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. ഈ ദിവസങ്ങളിൽ മലയാളികളാണ് കൂടുതലായിട്ട് എത്തുന്നത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ തീരെ കുറവാണ്. നട തുറന്ന ഏപ്രിൽ 1-ാം തീയതി മുതൽ ഉത്സവത്തിനോടനുബന്ധിച്ച ദിവസങ്ങളിൽ മലയാളികൾ ആണ് കൂടുതലായി എത്തുന്നത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ഭക്തജനങ്ങൾ നന്നേ കുറവാണ് ഈ ദിവസങ്ങളിലെല്ലാം. പക്ഷേ 10-ാം തീയതിക്ക് ശേഷം ഉള്ള ദിവസങ്ങളിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നടക്കുന്ന എത്തുന്ന ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മലകയറി ഇപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ഉണ്ടായിരുന്നു. എവിടെന്നാ വരുന്നത്? തൊഴുതോ? നന്നായി തൊഴാൻ പറ്റി? സന്തോഷമാണ്. ആദ്യമായിട്ട് കാണാൻ പറ്റിയത്. നന്നായി തൊഴാൻ പറ്റിയതിന്റെ സന്തോഷത്തില് താഴ്മയിൽ മല കയറി വന്നപ്പോഴൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? തിരക്കൊക്കെ താഴെ? നല്ല സൂപ്പർ ഉണ്ടായി. ആദ്യമായിട്ടാ കയറിയത്. നല്ല സൂപ്പർ ഉണ്ടായി. തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല രീതിയിൽ തൊഴാനും മല കയറാനൊക്കെ പറ്റിയല്ലേ? മടങ്ങുക അതോ? തിരക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നമസ്കാരം, പറയൂ. തിരക്കൊക്കെ എങ്ങനെ? തിരക്കൊക്കെ കുറവാണ്. നല്ല തോതാൻ പറ്റി. നല്ല സന്തോഷത്തെ ഭക്തിയോടെ തോതാൻ പറ്റും. നല്ല സന്തോഷമാണ്. എവിടെന്നാ വരുന്നത്? നല്ല ദർശനമാണ്. കണ്ണൂർ നിന്നാണ്. പയ്യന്നൂർ. മലകയറ്റമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? താഴെ പമ്പയിലൊക്കെ തിരക്കുണ്ടോ? വലിയ തിരക്കൊന്നുമില്ല. സുഖമായിട്ട് വരാൻ പറ്റി. എല്ലാം സുഖമായിട്ട്. നല്ല മയം കിട്ടി. നല്ല തണുപ്പുണ്ടായി. ചൂടും ഉണ്ടായില്ല. സന്തോഷമാണ്. ഭഗവാൻ നല്ല പ്രാർത്ഥിച്ച് തോതാൻ പറ്റി. വൈകിട്ട് മഴ പെയ്തിരുന്നു ഇന്നലെ. അതുകൊണ്ട് ഇപ്പോൾ ഭക്തജനങ്ങൾ പറയുന്നത് പോലെ ചൂടൊക്കെ, വേനൽ ചൂടിനൊക്കെ ആശ്വാസമായിട്ട് മഴ പെയ്തു സന്നിധാനത്ത് ഇന്നലെ. ഹരിവരാസനം സമയത്തൊക്കെ മിഥുൻ സൂചിപ്പിച്ചതുപോലെ വളരെ മനോഹരമായ ഒരു അന്തരീക്ഷം. ഭക്തരെല്ലാം സുഗമമായി ദർശനം പൂർത്തിയാക്കി മടങ്ങുകയാണ്. മിഥുൻ മുരളിയാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്. തുല്യനീതി. വഖഫ് ഭേദഗതി ബില്ല് പാസാക്കി പാർലമെന്റ്. ലോക്സഭയ്ക്ക് പിന്നാലെ 95-നെതിരെ 128 വോട്ടുകൾക്കാണ് ബില്ല് രാജ്യസഭ പാസാക്കിയത്. 12 മണിക്കൂറിലേറെ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് ബില്ലിന് രാജ്യസഭയിൽ അംഗീകാരമായത്. പ്രതിപക്ഷ അംഗങ്ങൾ അവതരിപ്പിച്ച ഭേദഗതികൾ ശബ്ദ വോട്ടോടെ തള്ളുകയായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്ത നാരായണൻ ചേർന്നുണ്ട്. ഗൗതം, ഇനി അറിയേണ്ടത് രാഷ്ട്രപതിയുടെ പരിഗണനയിലേക്ക് വിട്ട ആ ഒരു തീരുമാനം എന്താകുമെന്നുള്ളതാണ്. ഒരുപക്ഷെ എപ്പോഴായിരിക്കും അത്തരം തീരുമാനമുണ്ടാവുക? വിഷ്ണുവിനെയും രാഷ്ട്രപതിയുടെ അംഗീകാരം മാത്രമാണ് വഖഫ് ഭേദഗതി നിയമം നമ്മുടെ രാജ്യത്ത് യാഥാർത്ഥ്യമാകാൻ വേണ്ടിയത്. ഇന്നലെ രാത്രിയിൽ ഏതാണ്ട് 2 മണിക്ക് ശേഷം ഈ ബില്ല് രാജ്യസഭയും പാസാക്കി. 128 അംഗങ്ങൾ രാജ്യസഭയിൽ ഈ ബില്ലിനെ അംഗീകരിച്ചപ്പോൾ കേവലം 95 അംഗങ്ങൾ മാത്രമാണ് ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തത്. നേരത്തെ ലോക്സഭയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു 288 അംഗങ്ങൾ പിന്തുണയ്ക്കുകയും 232 അംഗങ്ങൾ എതിർക്കുകയും ചെയ്തു. അങ്ങനെ പാർലമെന്റ് കടന്ന് വഖഫ് ഭേദഗതി ബില്ല് ഇപ്പോൾ രാഷ്ട്രപതി ഭവനിലേക്ക് എത്തുകയാണ്. ഇനിയും ദ്രൗപദി മുർമു കൂടി ഇതിന് അംഗീകാരം നൽകുന്നതോടുകൂടി നമ്മുടെ രാജ്യത്ത് പുതിയ വഖഫ് നിയമം വരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം 1995-ലും അതോടൊപ്പം തന്നെ 2003-ലും
കോൺഗ്രസ് സർക്കാരുകൾ നടത്തിയ ഭേദഗതികളാണ് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചത്. രാജ്യത്ത് ഏത് ഭൂമിക്കുമേലും വഖഫിന് അവകാശവാദം ഉന്നയിക്കാനും അത് പിടിച്ചെടുക്കാനും കഴിയുന്ന രീതിയിലുള്ള വ്യവസ്ഥകൾ വഖഫ് ബോർഡിന് 95-ൽ നരസിംഹറാവുവിൻ്റെ കോൺഗ്രസ് സർക്കാരാണെങ്കിലും പിന്നീട് 2013-ൽ മൻമോഹൻ സിംഗിൻ്റെ കോൺഗ്രസ് സർക്കാരുകളാണെങ്കിലും കൊടുത്തു. അതിനെതിരെ വലിയ പ്രതിഷേധം മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നു. ഇത്തരം ഒരു ഭേദഗതി വരണമെന്ന വികാരം മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ രൂപപ്പെടുകയും കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ ബില്ല് പാസ്സാക്കുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ബില്ല് പാർലമെന്റിൽ പരിഗണിക്കുന്ന ഘട്ടത്തിൽ പാർലമെന്റിന് പുറത്തുൾപ്പെടെ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഉള്ളവർ തന്നെ മധുരം വിതരണം ചെയ്തുൾപ്പെടെ ആഘോഷിക്കുന്ന കാഴ്ചകൾ നമ്മൾ ഡൽഹിയിലും അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും കണ്ടതാണ്. മുനമ്പം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും ഇത്തരം ആഘോഷ പ്രകടനങ്ങൾ ഈ ബില്ല് അർദ്ധരാത്രി പാസ്സാക്കുന്ന ഘട്ടത്തിൽ പോലും നടക്കുന്നുണ്ട്. ഏതായാലും പാർലമെന്റിന്റെ ഇരു സഭകളും ആ ചരിത്രപരമായ ദൗത്യം നിറവേറ്റി കഴിഞ്ഞിരിക്കുന്നു. ലോക്സഭയും രാജ്യസഭയും കടന്ന് രാഷ്ട്രപതി ഭവനിലേക്ക് ഇനിയും ഈ ബില്ല് എത്തുകയാണ്. ദ്രൗപദി മുർമുവിൻ്റെ നമ്മുടെ രാഷ്ട്രപതിയുടെ അംഗീകാരം കൂടി ലഭിച്ചു കഴിഞ്ഞാൽ രാജ്യത്തെ വഖഫ് ഭൂമി കൈകാര്യം ചെയ്യുന്നതിനും അതുപോലെ തന്നെ വഖഫ് ഏത് നിലയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കണം എന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള പുതിയ നിയമവ്യവസ്ഥകൾ നടപ്പാക്കാൻ. എന്തായാലും കേരളത്തിൽ നിന്നുള്ള രാജ്യസഭയിലെ അംഗങ്ങളും ഈ ക്രൈസ്തവ സംഘടനകളുടെ ഉൾപ്പെടെ ആഹ്വാനത്തെ തള്ളിക്കൊണ്ട് ഈ ബില്ലിനെ എതിർക്കുകയാണ് ചെയ്തത്. ഇന്നലെ ഈ ബില്ലിൽ ചില ഭേദഗതികൾ മുന്നോട്ടുള്ള വ്യവസ്ഥകൾ വെച്ച് കേരളത്തിൽ നിന്നുള്ള എംപിമാരായിരുന്നു. ഇടതുപക്ഷത്തിൻ്റെയും അതുപോലെ തന്നെ UDFിൻ്റെയും എംപിമാർ ബില്ലിനെ എതിർത്തുകൊണ്ടുള്ള ഭേദഗതികൾ മുന്നോട്ട് വെച്ചു. എന്നാൽ ആ ഭേദഗതികളെല്ലാം ശുദ്ധ വോട്ടോടെ തള്ളിക്കൊണ്ടാണ് ഈ സുപ്രധാനമായ ബില്ല് ഇന്നലെ രാത്രി 2 മണിക്ക് ശേഷം അർദ്ധരാത്രിയിൽ രാജ്യസഭയും പാസ്സാക്കിയത്. 2 ബില്ലുകളും അർദ്ധരാത്രിയിൽ ഈ ബില്ലുകൾ പാർലമെന്റിന്റെ ഇരുസഭകളും വളരെ വൈകി പാസ്സാക്കി എന്ന ഒരു സവിശേഷത കൂടിയുണ്ട്. ഇന്നലെ രാജ്യസഭ പിരിഞ്ഞത് തന്നെ ഇന്ന് പുലർച്ചെ 4:02-നാണ്. വളരെ അസാധാരണമായി മാത്രമാണ് നമുക്ക് നമ്മുടെ പാർലമെന്റുകൾ ഇത്രത്തോളം വൈകി പിരിയുന്നത് കാണുന്നത്. കാരണം അതിന് അത്ര വലിയ പ്രാധാന്യമുള്ള ബില്ലാണ് നമ്മുടെ ഇരുസഭകളും ിരുന്നത്. അതിനാൽ ഇന്ന് പുലർച്ചെ 4:02-നാണ് ജഗദീപ് ധൻഖർ സഭ ഇന്നത്തേക്ക് പിരിയുന്നതായി പ്രഖ്യാപിച്ചത്. ഇന്നിനിയും 11 മണിക്ക് വീണ്ടും രാജ്യസഭ സമ്മേളിക്കും. നേരത്തെ ലോക്സഭയും അർദ്ധരാത്രിയിലാണ് ഈ ബില്ല് പാസ്സാക്കിയിരുന്നത്. അങ്ങനെ വളരെ ചരിത്രപരമായ ഒരു ദൗത്യം പാർലമെന്റ് നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. ചരിത്രപരമായ ദൗത്യം പാർലമെന്റിന്റെ ഇരുസഭ പരിഗണിച്ചു. ഇനിയും രാഷ്ട്രപതി അംഗീകാരം നൽകുന്നതോടെ പുതിയ നിയമം പ്രാബല്യത്തിൽ വരും. വിഷ്ണു. ഗൗതം, എന്തുതന്നെയായാലും ചരിത്ര നിമിഷം തന്നെയായിരുന്നു പാർലമെന്റിൽ നമ്മൾ കണ്ടത്. ഒരുപക്ഷെ എടുത്തു പറയേണ്ടത് ഈ പ്രതിഷേധങ്ങൾക്കൊടുവിലും യാഥാർത്ഥ്യത്തിന് നടുവിലും ഈ വഖഫ് ഭേദഗതിക്കെതിരായ വ്യാജ പ്രചരണങ്ങൾ വില പോയില്ല. അത്തരം വ്യാജ പ്രചരണങ്ങൾക്കുള്ള കനത്ത തിരിച്ചടി കൂടിയായി മാറുകയല്ലേ പാർലമെന്റിലെ ഈ ഒരു അംഗീകാരം? വിഷ്ണു, ഈ വഖഫ് ഭേദഗതി ബില്ല് കൊണ്ടുവരുന്ന സമയത്ത് വലിയ പ്രചരണങ്ങൾ ഇതിനെതിരെ ഇന്ത്യ സഖ്യവും തീവ്ര ഇസ്ലാമിസ്റ്റുകളുമൊക്കെ നടത്തിയിരുന്നു. നമ്മൾ പൗരത്വ ഭേദഗതി നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന സമയത്തും ഇതുപോലെയുള്ള പ്രചരണങ്ങൾ നടന്നതാണ്. അന്നത് മുസ്ലിം വിരുദ്ധമാണെന്നും മുസ്ലിങ്ങളെ ഈ രാജ്യത്തിൽ നിന്നും കെട്ടുകെട്ടിക്കാനാണ് CAA കൊണ്ടുവരുന്നത് എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ 5 വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ അതേ കൂട്ടർ തന്നെ ഈ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ടും വ്യാജ പ്രചരണങ്ങൾ നടത്തി. പക്ഷെ അതൊന്നും ഏറ്റില്ല എന്നതാണ് യാഥാർത്ഥ്യം. CAA എങ്ങനെയാണോ പാസ്സാക്കിയത് അതേ രീതിയിൽ തന്നെ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഈ ബില്ല് അവതരിപ്പിക്കാനും അതിനെ പാസ്സാക്കി എടുക്കുവാനും കേന്ദ്ര സർക്കാരിന് സാധിച്ചു. അത് BJP മാത്രമല്ല, മുസ്ലിം വോട്ട് ബാങ്ക് കൃത്യമായുള്ള പല രാഷ്ട്രീയ പാർട്ടികളും ഈ ബില്ലിനെ അംഗീകരിച്ചു എന്നതുകൂടി നമ്മൾ എടുത്തു കാണേണ്ടതാണ്. BJPയുടെ നേതൃത്വത്തിലുള്ള NDAയുടെ സഖ്യകക്ഷികളാണ് തെലുങ്ക് ദേശം പാർട്ടിയും അതുപോലെ തന്നെ ജനതാദൾ യുണൈറ്റഡും ലോക് ജനശക്തി പാർട്ടിയുമൊക്കെ. പക്ഷേ ഇവരൊക്കെ ഈ ബില്ലിനെ എതിർക്കുമെന്ന പ്രചരണം ആദ്യഘട്ടത്തിൽ ശക്തമായിരുന്നു. കാരണം JDU ആണെങ്കിൽ അത് ബീഹാറിലെ മുസ്ലിം വോട്ട് ബാങ്ക് കൃത്യമായ ഉള്ളൊരു പാർട്ടിയാണ്. തെലുങ്ക് ദേശം പാർട്ടിയാണെങ്കിൽ ആന്ധ്രാപ്രദേശിൽ മുസ്ലിങ്ങളുടെ വലിയ പിന്തുണ ചന്ദ്രബാബു നായിഡുവിനും PDPക്കുമുണ്ട്. ചിരാഗ് പാസ്വാൻ നേതൃത്വം കൊടുക്കുന്ന ലോക് ജനശക്തി പാർട്ടി മുസ്ലിം വോട്ട് കൃത്യമായി തന്നെ സമാഹരിക്കാൻ കെൽപ്പുള്ള ഒരു പാർട്ടിയാണ് ബീഹാറിൽ. അതിനാൽ ഇവരൊക്കെ ഇതിനെ എതിർക്കും എന്നാണ് കോൺഗ്രസും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യവുമൊക്കെ ആദ്യഘട്ടത്തിൽ പ്രചരിപ്പിച്ചത്. പക്ഷേ ബില്ല് പരിഗണിക്കുന്ന വേളയിൽ ഈ പാർട്ടികളൊക്കെ വലിയ ആവേശത്തോടു കൂടി ഈ ബില്ലിനെ എതിരേറ്റു എന്നതാണ്. കാരണം മുസ്ലിം സമൂഹത്തിൻ്റെ പിന്തുണ ഈ ബില്ലിലാണ് എന്ന വികാരം രാജ്യത്തൊട്ടാകെ ആഞ്ഞടിച്ചതോടുകൂടി ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം പൂർണ്ണമായി തന്നെ ബില്ലിനെ അംഗീകരിക്കുകയായിരുന്നു. മാത്രമല്ല പ്രതിപക്ഷ നിലയിൽ നിന്നുള്ള വോട്ടുകൾ കൂടി രാജ്യസഭയിൽ NDAക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം 128 വോട്ടുകളിലാണ് ഈ ബില്ല് പാസ്സായിരിക്കുന്നത്. NDAയുടെ രാജ്യസഭയിലെ ഇപ്പോഴത്തെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 125 ആണ്. എന്നാൽ ബിജു ജനതാദൾ പോലുള്ള കക്ഷികൾ
ഇന്നലെ രാവിലെ വരെ ഈ ബില്ലിനെ എതിർക്കുമെന്നാണ് പറഞ്ഞതെങ്കിൽ പിന്നീട് ബിജു ജനതാദൾ പറഞ്ഞത് മനസാക്ഷി വോട്ട് എംപിമാർക്ക് ചെയ്യാമെന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം പ്രതിപക്ഷ നിരയിലെ പല പാർട്ടികളുടെയും എംപിമാരുടെ പിന്തുണ കൂടി ഈ ബില്ലിന് ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുന്നു. അങ്ങനെ ആധികാരികമായിട്ടാണ് രാജ്യസഭയും ലോക്സഭയും കടന്ന് ഈ ബില്ല് രാഷ്ട്രപതി ഭവനിലേക്ക് എത്തുന്നത്. വിഷ്ണു. ശരി, ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്. വഖഫ് ബില്ല് പാർലമെന്റിൽ പാസ്സായതോടെ ആഹ്ലാദത്തിലാണ് മുനമ്പത്തെ ജനത. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും ജയ് വിളിച്ചായിരുന്നു മുനമ്പം ജനതയുടെ ആഹ്ലാദ പ്രകടനം. അതേസമയം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുനമ്പം സമരപ്പന്തൽ ഇന്ന് രാവിലെ സന്ദർശിക്കും. കൂടുതൽ വിവരങ്ങളുമായി കിരൺകുമാർ ചേരുന്നുണ്ട്. കിരൺ, മുനമ്പത്തെ മാത്രമല്ല ഭാരതത്തിലെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തിയ എല്ലാവരുടെയും പ്രതീക്ഷയാണ് യാഥാർത്ഥ്യത്തിലേക്ക് പോകുന്നത്. പ്രത്യേകിച്ചും മുനമ്പത്തുകാരുടെ ആ ഒരു പ്രതിഷേധവും അവരുടെ സങ്കടവും ഒക്കെ തന്നെയും നമ്മൾ കണ്ടതാണ്. എന്താണ് അവരുടെ പ്രതികരണം ഇപ്പോൾ? വിഷ്ണു, വഖഫ് ഭേദഗതി ബില്ല് രാജ്യസഭ കൂടി കടന്നതോടെ വലിയ ആഹ്ലാദത്തിലാണ് മുനമ്പത്തെ ജനങ്ങൾ. അവർ കഴിഞ്ഞ കുറേ നാളുകളായി പ്രത്യേകിച്ച് ഈ വിഷയങ്ങൾ, അവരുടെ റവന്യൂ അവകാശങ്ങൾ സംബന്ധിച്ചുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അവർ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ ദുരിതങ്ങൾ അനുഭവിച്ചു വരികയാണ്. മാത്രവുമല്ല, ഇവരുടെ ഒരു വലിയ പ്രതിഷേധ പ്രകടനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരു സമര പരിപാടികളിലേക്ക് കടന്നിട്ട് തന്നെ ആ സമരം തന്നെ 174 ദിവസത്തിലാണ് അധികം കിടക്കുന്നത്. ഏതായാലും ഈ സമരസമിതിയുടെ മുൻപന്തിയിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സമരസമിതിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള ജോസഫ് ബെന്നിച്ചേട്ടൻ നമ്മോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, ഇപ്പോൾ രാജ്യസഭയും കടന്നു, നിങ്ങളുടെ ആഗ്രഹം അത് സഫലീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ഞങ്ങളെന്ന് ഏറ്റവും കൂടുതൽ സന്തോഷം, അതായത് 89, 90, 91 കാലഘട്ടങ്ങളിൽ ഞങ്ങൾ പണം കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു ഈ ഭൂമി. അതിനു മുമ്പ് വരെയും ഫറൂഖ് കോളേജുമായിട്ട് പല രീതിയിലുള്ള കേസുകളായിരുന്നു. അന്നുണ്ടായിരുന്ന ആ ഒരു സന്തോഷം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ മുതലുകൾ സ്വന്തമായി കിട്ടുന്ന ആ ആധാരം കിട്ടിയ ആ ഒരു നിമിഷത്തിലുണ്ടാകുന്ന ഒരു സന്തോഷം ഓരോ വീട്ടുകാർക്കും ഉണ്ടായിരുന്നു. ആ ഒരു സന്തോഷം തന്നെയാണ് ഇന്ന് പാർലമെൻറ്റിൽ ഈ നിയമം ഇപ്പോൾ പാസ്സായിരിക്കുകയാണ്, ലോക്സഭയിലും രാജ്യസഭയിലും. ഇപ്പോൾ ഞങ്ങൾക്ക് അതേ സന്തോഷം തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് വീണ്ടെടുത്ത് കിട്ടിയിരിക്കുന്നത്. ഇതിലൂടെ ഞങ്ങളുടെ ശാശ്വതമായ ഒരു പരിഹാരം ഇപ്പോൾ ഒരു 4 വർഷമാകാൻ പോവുകയാണ്. ഈ റവന്യൂ തടങ്കലിൽ ഞങ്ങളെ ആക്കിയിട്ട് അതിൽ നിന്നും ഞങ്ങൾക്ക് മോചനം ലഭിക്കാൻ പോവുകയാണ്. ഇപ്പോൾ നേരത്തെ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ജുഡീഷ്യൽ കമ്മീഷൻ ഉണ്ടാവുന്നു. ആ സാഹചര്യത്തിൽ പോലും നിങ്ങളും പ്രധാനമായിട്ട് ആവശ്യപ്പെട്ടിരുന്നത് ഇതിനൊരു ഭേദഗതി. എന്തുകൊണ്ടെന്നാൽ ഈ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ വളരെ നാൾ നീണ്ടുപോകും എന്നുള്ള ഒരു ചിന്താഗതി ഞങ്ങൾക്ക് വളരെ നാൾ നീണ്ടുപോകും എന്നുള്ള ഒരു വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റിൽ പാസ്സായതോടെയാണ് ആഹ്ലാദ പ്രകടനം നടത്തുന്നത് മുനമ്പത്തെ ജനത. വളരെ വലിയ സന്തോഷത്തിൽ തന്നെയാണ് മുനമ്പം സമരസമിതിയിലെ ജനങ്ങൾ ഒന്നാകെ ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും കണ്ടതാണ്, ഇത്രയും നാളുകളായി ശക്തമായ ഒരു സമരം തന്നെയാണ് അവർ മുന്നോട്ട് വെച്ചത്. ഓരോ വിഭാഗങ്ങളിൽ നിന്നും ഓരോ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള പിന്തുണ അവർക്ക് ശക്തമായി ലഭിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം വഖഫ് ഭേദഗതി ബില്ല് പാർലമെൻറ്റിൽ പാസ്സാകുന്നത്. കിരൺകുമാർ ചേരുന്നുണ്ട്. കിരൺ, തുടരാം. വിഷ്ണു, ഏതായാലും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സമരസമിതിയുടെ നേതാവായിട്ടുള്ള ബെന്നിച്ചേട്ടനടക്കം ആളുകൾ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. അവർ കഴിഞ്ഞ ഏതാനും കുറേ വർഷങ്ങളായിട്ട്, പ്രത്യേകിച്ച് ഒരു 4 വർഷത്തോളമായി അവരുടെ ഈ റവന്യൂ അവകാശങ്ങൾ വീണ്ടെടുക്കുന്നതിന് വേണ്ടി അവർ സമരമുഖത്താണ്. പലതവണ സർക്കാരുമായി ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തുന്നു. എന്നാൽ ഇതുവരെ ഇതിനൊരു പരിഹാരമുണ്ടായില്ല. അവർ ആ സമയത്ത് പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിച്ചത് ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം വേണമെങ്കിൽ അത് ഈ വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വരണം എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ആ കാര്യങ്ങൾ അവർ നേരത്തെ JPC അടക്കം വന്ന സമയത്ത് JPCക്ക് മുന്നിലടക്കം മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ്. ഇന്നലെ ഈ രാജ്യസഭ കൂടി
രാത്രി വളരെ വൈകി രാജ്യസഭയിൽ കൂടി ഈ ബില്ല് പാസ്സാകുന്ന ഒരു സാഹചര്യത്തിൽ വലിയൊരു പ്രതീക്ഷയിൽ വലിയൊരു ആഹ്ലാദം തന്നെയായിരുന്നു മുനമ്പത്തെ ജനങ്ങളെ സംബന്ധിച്ചുണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ സമരപ്പന്തലിൽ ശരി, എന്തു തന്നെയായാലും വളരെ വലിയൊരു സന്തോഷം തന്നെയാണ് മുനമ്പത്തെ ജനത പങ്കുവെക്കുന്നത്. ഇന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കൂടി മുനമ്പം സമരപ്പന്തൽ ഇന്ന് സന്ദർശിക്കും. മറ്റ് പ്രതികരണങ്ങൾ കൂടി വരും മണിക്കൂറിൽ നമുക്ക് കാണാം. കിരൺകുമാറാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. എമ്പുരാൻ സിനിമയ്ക്ക് ബദലായി സബർമതി റിപ്പോർട്ട് കേരളത്തിൽ പ്രദർശിപ്പിക്കുന്നു. ഗോധ്ര കലാപം പ്രമേയമാക്കിയ ഹിന്ദി ചിത്രം ഏപ്രിൽ 7-ന് സൗജന്യമായാണ് പ്രദർശിപ്പിക്കുക. തത്വമയിലാണ് പ്രത്യേക പ്രദർശനം സംഘടിപ്പിക്കുന്നത്. भारत का रहने वाला हूं, भारत की बात सुनाता हूं. गोधरा का सच खा के बैठ गए. एक दिन देश का बच्चा बच्चा जवाब मांगेगा तुमसे. ചരിത്രം വളച്ചൊടിച്ച എമ്പുരാൻ ചിത്രത്തിന് ബദലായാണ് ഗോത്ര കലാപം പ്രമേയമാക്കിയ ദ സബർമതി റിപ്പോർട്ട് കേരളത്തിൽ പ്രദർശിപ്പിക്കുന്നത്. സബർമതി റിപ്പോർട്ട് സിനിമയുടെ ആദ്യ ഷോ തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് നടക്കും. വൈകിട്ട് 6 മണിക്ക് ഏരീസ് പ്ലക്സിലാണ് പ്രദർശനം. इतिहास गवाह है, देश हो या इंसान गिर के ही संभलता है. आग कैसे लगी? अभी तक पता नहीं चला. नहीं देखा. नहीं पता. ഗോത്ര സംഭവങ്ങളെക്കുറിച്ച് പക്ഷപാതമില്ലാത്ത വീക്ഷണം അവതരിപ്പിക്കുക എന്നതാണ് ചിത്രം പ്രദർശിപ്പിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നത്. തമ്പുരാൻ കള്ളം പറഞ്ഞാൽ സത്യം പറയാൻ ഞങ്ങളുണ്ട് എന്നാണ് സിനിമയുടെ കേരളത്തിലെ പ്രദർശനത്തിന്റെ പോസ്റ്റർ. കഴിഞ്ഞ വർഷം നവംബറിലായിരുന്നു ചിത്രം റിലീസ് ചെയ്തത്. അസീം അറോറയുടെ കഥയെ ആസ്പദമാക്കി ധീരജ് സർനെയാണ് ചിത്രം സംവിധാനം ചെയ്തത്. വിക്രാന്ത് മാസി, റാഷി ഖന്ന, ഋദ്ധി ദോഗ്ര എന്നിവയാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. ജനം, തിരുവനന്തപുരം. വീണയ്ക്ക് കുരുക്ക്. എക്സാലോജിക്കിൽ വെട്ടിലായി മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ. മാസപ്പടി കേസിൽ മകളെ പ്രതി ചേർത്തതോടെ പിണറായി വിജയന്റെ മുഖം നഷ്ടമായിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്കായി മകൾക്ക് മാസപ്പടി നൽകിയെന്ന ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് ഇതോടെ തെളിയിക്കപ്പെട്ടു. പ്രതിപക്ഷം ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് രംഗത്ത് വന്നു കഴിഞ്ഞു. അതേസമയം രാഷ്ട്രീയ കേരളം മുഖ്യമന്ത്രിയുടെ മറുപടിക്കായി കാത്തിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി വിനീഷ ചേർന്നുണ്ട്. വിനീഷ, ഒരുപക്ഷെ കേരളം കണ്ട വലിയൊരു തട്ടിപ്പ് എന്നുള്ളൊരു ആക്ഷേപമാണ് നിലനിൽക്കുന്നത്. ഒരുപക്ഷെ ഇത്രത്തോളം വലിയൊരു സാമ്പത്തിക ക്രമക്കേടിൽ മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെ പ്രതികളാണ്. മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിനാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത്. നമുക്കറിയാം, മുൻപ് നടത്തിയ പല പ്രതികരണങ്ങളും പല ന്യായീകരണങ്ങൾ മാത്രമായിരുന്നു. ന്യായീകരണ ക്യാപ്സൂളുകളാണ് CPM മുന്നോട്ട് വെച്ചത്. ഒരുപക്ഷെ ഇനി എന്തായിരിക്കാം അവരുടെ ന്യായീകരണം? ഈ ന്യായീകരണങ്ങൾ ഇനി വില പോകുമോ എന്നതാണ് മറ്റൊരു ചോദ്യം. തീർച്ചയായിട്ടും വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം, ആ പ്രതികരണത്തിനായാണ് കാത്തിരിക്കുന്നത് രാഷ്ട്രീയ കേരളം എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത തരത്തിൽ ഒരു മുഖ്യമന്ത്രിയുടെ മകൾ അഴിമതി കേസിൽ അല്ലെങ്കിൽ ആ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയാകുന്നു എന്നത് കേരള ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ കേട്ടിട്ടില്ലാത്ത ഒരു പുതിയ ചരിത്രം മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഇപ്പോൾ അതിൻ്റെ ഭാഗമാകുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. പ്രത്യേകിച്ച് പല ഘട്ടങ്ങളിലും പല ക്യാപ്സ്യൂളുകളുമായി മുഖ്യമന്ത്രി രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായി. തൻ്റെ മകൾ ഒരു കമ്പനി നടത്തുന്നു, ആ കമ്പനിയുമായാണ് CMRL ഇത്തരത്തിലുള്ള ഒരു കരാറിൽ ഏർപ്പെട്ടത് എന്ന പല ഘട്ടത്തിലായി മുഖ്യമന്ത്രി വിശദീകരിക്കുന്ന സാഹചര്യവും ഉണ്ടായി. പക്ഷേ ഇനി മുഖ്യമന്ത്രി എങ്ങനെ വിശദീകരിക്കും? 2024 ഈ ഒരു കേസ് വരുന്ന സമയത്ത് കഴിഞ്ഞ 14 മാസത്തിലെ അന്വേഷണത്തിനൊടുവിലാണ് FIO ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. റിപ്പോർട്ടിന്റെ ഒടുവിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഇത്തരത്തിൽ കേസിൽ പ്രതിപട്ടികയിലേക്ക് എത്തുമ്പോൾ അത് മുഖ്യമന്ത്രിയെ മാത്രമല്ല സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരള ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രിയുടെ മകനോ മകളോ ഇത്തരത്തിൽ കേസിൽ പ്രതിയാകുന്നതിന്, അഴിമതി ആരോപണ കേസിൽ പ്രതിയാകുന്നത് ആദ്യമാണ്. അത് പിണറായി വിജയന് അവകാശപ്പെട്ടത് എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. കാരണം നേരത്തെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്താക്കുറിപ്പുകൾ പുറത്തുവിട്ടിരുന്നു. അതിൻ്റെ ന്യായീകരണവും ഇത്തരത്തിലായിരുന്നു. പല ഘട്ടങ്ങളിലും ന്യായീകരിച്ചിരുന്നത് ഇതൊരു കമ്പനിയാണ്, മുഖ്യമന്ത്രിയുടെ മകൾ നടത്തുന്ന ഒരു പ്രൈവറ്റ് ഏജൻസി കമ്പനിയാണ്. ആ
കമ്പനിയുമായി ബന്ധപ്പെട്ട് CMR നടത്തിയ ഒരു കരാറാണ് അല്ലെങ്കിൽ ഇടപാടാണ്. അതിനപ്പുറം മറ്റു രാഷ്ട്രീയ മാനങ്ങളൊന്നുമില്ല എന്ന തരത്തിലുള്ള വിശദീകരണമായിരുന്നു കുട്ടി സഖാക്കൾ അടക്കമുള്ളവർ പല ഘട്ടങ്ങളിൽ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ പല ഘട്ടങ്ങളിൽ വിശദീകരണവുമായി രംഗത്തെത്തിയത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ളവർ പല ഘട്ടങ്ങളിലും അത്തരത്തിലുള്ള ഒരു വിശദീകരണം തന്നെയാണ് നടത്തിയത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തിൽ കൃത്യമായി പ്രതികരിച്ച് മതിയാവും. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുമായി പ്രതിപക്ഷ സംഘടനകളും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം BJP അടക്കമുള്ളവർ BJPയുടെ നേതൃത്വത്തിൽ തെരുവിലേക്ക് ഇറങ്ങി പരസ്യമായി തന്നെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രംഗത്തെത്തുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ സർക്കാരും പാർട്ടിയും വലിയ തോതിൽ പ്രതിരോധത്തിലാകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനിയുള്ള നടപടിക്രമം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകളുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്. ഇനി കുരുക്ക് മുറുകുന്ന സാഹചര്യത്തിൽ അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള ഒരു ഘട്ടത്തിലേക്കാണ് നിയമപരമായി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന കാര്യത്തിലും സംശയമില്ല. ഇതിനെ എങ്ങനെ മുഖ്യമന്ത്രി പ്രതിരോധിക്കും, പാർട്ടി പ്രതിരോധിക്കും എന്നതാണ് നോക്കിക്കാണേണ്ടത്. സംസ്ഥാന രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലേക്കുള്ള ഒരു വലിയ അഴിമതിയിലേക്കാണ് കാര്യങ്ങൾ കടന്നിരിക്കുന്നത്. കാരണം പല ഘട്ടങ്ങളിലും മുഖ്യമന്ത്രി വിശദീകരിക്കുന്നതിനപ്പുറം ഇപ്പോൾ കാര്യങ്ങൾ പ്രതിപട്ടികയിലേക്ക് മുഖ്യമന്ത്രിയുടെ മകൾ എത്തുമ്പോൾ അത് എത്തി നിൽക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പണം CMRൽ നിന്ന് ഈ കമ്പനി മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി അല്ലെങ്കിൽ വാങ്ങിയത്? അത് മുഖ്യമന്ത്രിക്കായി നൽകിയ മാസപ്പടിയാണോ? ആ മാസപ്പടിയാണോ മുഖ്യമന്ത്രിയുടെ മകൾ വീണ കൈപ്പറ്റിയത് എന്ന ചോദ്യമാണ് ഇപ്പോൾ പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നത്. ഈ വിവാദമുണ്ടായ ഘട്ടം മുതൽ തന്നെ ഈ ഒരു ചോദ്യം തന്നെയാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നത്. അത്തരത്തിലുള്ള ആരോപണങ്ങൾ തന്നെയാണ് പ്രതിപക്ഷ സംഘടനകളും ഉന്നയിച്ചത്. മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടുള്ള മാസപ്പടി മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള കമ്പനിയുടെ പേരിൽ വാങ്ങിയിരിക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ ശരിവയ്ക്കുന്ന തരത്തിൽ തന്നെയാണ് FIOയുടെ ഇപ്പോഴത്തെ അന്വേഷണവും എത്തി നിൽക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി മുഖ്യമന്ത്രി എങ്ങനെ പ്രതികരിക്കും, ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് എന്തായിരിക്കും എന്നതാണ് നോക്കിക്കാണേണ്ടത്. വിഷ്ണു. ശരി, വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. മാസപ്പടി കേസിൽ അന്വേഷണം പിടിമുറുക്കി ED. മുഖ്യമന്ത്രിയുടെ മകൾ വീണയെ ED ചോദ്യം ചെയ്യും. CMRL MD ശശിധരൻ കർത്തയുടെ വീട്ടിൽ നിന്നും കമ്പ്യൂട്ടറുകളിലെയും ലാപ്ടോപ്പുകളിലെയും വിവരങ്ങൾ ED ശേഖരിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ കൂടി ചേർന്നുണ്ട്. ജിജീഷ്, വളരെ ശക്തമായൊരു അന്വേഷണത്തിലേക്കാണ് ED കടക്കുന്നത്. ഒരുപക്ഷെ ഇനി വീണയെ എപ്പോഴായിരിക്കും ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ ഇനിയുള്ള നടപടികൾ എപ്പോഴാകും ഉണ്ടാവുക എന്നതാണ് മറ്റൊരു ചോദ്യം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം SFIO അത് ഏറ്റവും ശക്തമായ തന്നെ അന്വേഷണം നടത്തി. വളരെ വിശദമായ ഒരു അന്വേഷണത്തിന് ശേഷം വീണ വിജയനെ പ്രതി ചേർത്തുകൊണ്ട് തന്നെയാണ് SFIO മുന്നോട്ട് പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അതേ ഘട്ടത്തിൽ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി കൂടുതൽ പിടിമുറുക്കുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട്, മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് എന്ന് വ്യക്തമാകുന്നത്. കാരണം നേരത്തെ തന്നെ ഈ കേസിൽ നിരവധി പരിശോധനകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയിരുന്നു. പ്രത്യേകിച്ച് കർത്തയുടെ വീട്ടിൽ വലിയ തോതിൽ തന്നെയുള്ള റെയ്ഡുകൾ നടന്നു. അവിടെ നിന്ന് ഡിജിറ്റൽ തെളിവുകളടക്കം അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. ആ ഡിജിറ്റൽ തെളിവുകളുടെ പരിശോധനകൾ പൂർത്തിയാക്കി. മാത്രമല്ല, കമ്പ്യൂട്ടറുകളിലും ലാപ്ടോപ്പുകളിലും ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങൾ തന്നെയായിരുന്നു അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ശശിധരൻ കർത്തയെ വിശദമായി അവിടെ വെച്ച് തന്നെ ഈ രേഖകളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തത്. അതിനുശേഷമാണ് വീണ വിജയനെ ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം കടന്നിരുന്നത്. എന്നാൽ ആ ചോദ്യം ചെയ്യൽ നീണ്ടുപോവുകയായിരുന്നു. ഇതിനിടയിലാണ് തുടർ നടപടികൾ കൂടുതൽ ശക്തമാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം SFIO നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി തന്നെ ഈ സാമ്പത്തിക ഇടപാടുകൾ എങ്ങനെയാണ് നടന്നിരിക്കുന്നത്. 2,72,00,000 രൂപ വീണ വിജയൻ യാതൊരു തരത്തിലുള്ള സേവനങ്ങളും നൽകാതെ, CMRLനെ യാതൊരു തരത്തിലുള്ള സേവനങ്ങളും നൽകാതെ തന്നെയാണ് വീണയുടെ കമ്പനി എക്സാലോജിക്ക് 2,72,00,000 രൂപ കൈപ്പറ്റിയത് എന്ന് വ്യക്തമായിരുന്നു. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് വീണ നൽകിയിരിക്കുന്ന മറുപടികളിലെല്ലാം ചൂണ്ടിക്കാണിച്ചത് ചില IT സേവനങ്ങൾ നൽകിയിരുന്നു. IT അനുബന്ധ സേവനങ്ങളുടെ പേരിലാണ് ഈ ഒരു പണം തങ്ങൾക്ക് കൃത്യമായി തന്നെ ലഭിച്ചിരുന്നത് എന്ന കാര്യമാണ്. എന്നാൽ SFIOയുടെ വിശദമായ അന്വേഷണത്തിൽ യാതൊരു തരത്തിലുള്ള സേവനങ്ങളും കൈമാറിയിട്ടില്ല എന്നുകൂടി വ്യക്തമായിരുന്നു. മാത്രമല്ല,
വലിയ ഒരു സാമ്പത്തിക തട്ടിപ്പും ക്രമക്കേടുമാണ് CMRL നടത്തിയത് എന്നുകൂടി അന്വേഷണ സംഘം SFIO കണ്ടെത്തി. അവിടെ 182 കോടി രൂപയുടെ വലിയ ക്രമക്കേടാണ്, തിരിമറിയാണ് നടത്തിയിട്ടുള്ളത്. ക്രമക്കേടാണ്, തെറ്റായ കണക്കുകൾ കാണിക്കുകയായിരുന്നു, ഊതിപ്പെരിപ്പിച്ച കണക്കുകൾ വച്ചുകൊണ്ടായിരുന്നു അവരുടെ ഇടപാടുകളെല്ലാം തന്നെ. മാലിന്യ നീക്കത്തിന്റെ പേരിലടക്കം വലിയ ഒരു തുക മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ബന്ധുക്കളുടെ പേരിൽ നിരവധി കമ്പനികൾ രൂപീകരിക്കുന്നു. അതിൻ്റെ ഡയറക്ടർ ബോർഡിലേക്ക് സ്വന്തക്കാരെ ആയ ആളുകളെ തന്നെ വെക്കുന്നു. അവിടെ മറ്റ് പല പേരുകളിൽ അവർക്ക് പണം കൈമാറുന്നു. അങ്ങനെ സാമ്പത്തിക ഇടപാടുകൾ, പുറത്തേക്ക് ഇൻകം ടാക്സ് വെട്ടിക്കുക, നികുതി വെട്ടിപ്പ് നടത്തുക. ഒപ്പം തന്നെയാണ് ഈ 182 കോടിയോളം രൂപ കണക്കിൽ കാണിക്കാത്ത പണം രാഷ്ട്രീയ നേതാക്കൾക്കടക്കം മാസപ്പടിയായി കൈമാറി എന്നതിൻ്റെ വിവരങ്ങൾ കൂടി ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ SFIOയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തിയായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം മുന്നോട്ട് പോവുക. SFIOയ്ക്ക് നിലവിൽ കേസിൽ ലഭിച്ചിരിക്കുന്ന തെളിവുകൾ, രേഖകളെല്ലാം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ശേഖരിക്കും. ആ രേഖകളുടെ കൂടി അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകും. അവിടെയാണ് ഏറ്റവും നിർണായകമായ ഒരു ചോദ്യം ചെയ്യലിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുന്നത്. ആ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും തുടർ നീക്കങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുക. സ്വാഭാവികമായും ഇതിൽ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, ഏറ്റവും മുഴുവനായും തന്നെയുള്ള സാമ്പത്തിക ഇടപാടുകളുടെ കാര്യങ്ങളായിരുന്നു SFIO അന്വേഷിച്ചിരുന്നത് എങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇതിലെ കള്ളപ്പണ ഇടപാടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം പോകുന്നത്. നേരത്തെ തന്നെ ഇതിലെ ജീവനക്കാരെ, CMRLിലെ ജീവനക്കാരെ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് വിധേയരാക്കിയിരുന്നു. ഒരു പകലും ഒരു രാത്രിയും നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമായിരുന്നു CMRLിലെ ഫിനാൻസ് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിൽ നിന്ന് വിട്ടയച്ചത്. അങ്ങനെ വളരെ വിശദമായ ഒരു അന്വേഷണത്തിലൂടെ തന്നെയാണ് ED കടന്നു പോകുന്നത്. ഒപ്പം തന്നെയാണ് SFIO ശേഖരിച്ചിട്ടുള്ള തെളിവുകൾ ഈ കേസിൽ പ്രധാനപ്പെട്ടതായി മാറുകയും ചെയ്യുന്നത്. ആ തെളിവുകളുടെയും സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് ശേഖരിച്ച വിവരങ്ങളുടെയും എല്ലാം അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകും. പല സാമ്പത്തിക ഇടപാടുകൾക്കും, CMRLുമായി നടത്തിയ പല സാമ്പത്തിക ഇടപാടുകൾക്കും കൃത്യമായ ഒരു മറുപടി, അല്ലെങ്കിൽ എന്തിനാണ് ആ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയത് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്താൻ വീണ വിജയന് കഴിഞ്ഞിട്ടില്ല. നേരത്തെ SFIOയുടെ ചോദ്യം ചെയ്യലിലടക്കം, ചെന്നൈയിൽ നടത്തിയ ചോദ്യം ചെയ്യലിലടക്കം നിരവധി ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടികൾ നൽകിയില്ല. തുടർന്നായിരുന്നു ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടും മാസപ്പടിയുമായി ബന്ധപ്പെട്ടും കൂടുതൽ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് SFIO കടക്കുന്നതും 2,82,00,000 രൂപ വീണയുടെ കമ്പനിയുടെ പേരിൽ, IT സേവനങ്ങളുടെ പേരിൽ വീണ കൈപ്പറ്റിയതുമായും എല്ലാം കണ്ടെത്തുകയും ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ശരി, ജിജീഷാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്. തിരുവനന്തപുരം നഗരസഭയിലെ വെങ്ങാനൂർ ഡിവിഷനിൽ മണലി നിവാസികൾ യാത്രാ ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. വർഷങ്ങളായി അപകട നിലയിലായിരുന്ന പാലം കഴിഞ്ഞ ദിവസമാണ് തകർന്നത്. പരാതികൾ പലത് പറഞ്ഞിട്ടും നടപടിയില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. മുതൽ പാലത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പരാതി പറയുകയാണ് നാട്ടുകാർ. അപകടാവസ്ഥയിലായിരുന്ന പാലം കഴിഞ്ഞ ദിവസമാണ് തകർന്നത്. തകർന്ന പാലത്തിലൂടെയാണ് തൊട്ടടുത്തുള്ള ശിശുവാടിയിൽ കുഞ്ഞുങ്ങളെയാക്കാൻ അമ്മമാർ പോലും വരുന്നത്. ഈ പാലത്തിൽ കൂടെ പോകുന്നത് പാലം പൊളിഞ്ഞുകൊണ്ട് കുറച്ച് പാടാ പിള്ളേർ പോകുന്നത്. പിന്നെ എപ്പോഴും ഞങ്ങൾ ഇതുവഴിയാണ് പോകുന്നത്, കുഞ്ഞു പിള്ളേരല്ലേ. ഇടയ്ക്ക് കുറേ കാലം ഇത് മാറ്റിപ്പണിയേണ്ടൊക്കെ സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഇനി അവിടെ കുറച്ചപ്പുറത്തൊരു പാലമുണ്ട്, അതും മാറ്റിപ്പണിയേണ്ടതൊക്കെ. കൗൺസിലർക്കും MLAക്കും തുടങ്ങി നിരവധി പേർക്ക് പരാതി നൽകിയിട്ടും നടപടിയൊന്നുമില്ലെന്നും വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നതെന്നും പ്രദേശവാസികൾ. അപ്പോൾ ഇന്നലെയാണ് പൂർണ്ണമായിട്ടും പാലം തകർന്നു വീഴുകയും ഒരു വണ്ടി തോട്ടിനകത്താവുകയും ഡ്രൈവർക്ക് ഒത്തിരി പരിക്കും കാര്യങ്ങളൊക്കെ പറ്റുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത് കുട്ടികൾ അങ്കൻവാടി അടുത്തുള്ളതാണ്. അപ്പം ആ അക്കരയിൽ നിന്നാണ് കുട്ടികളെല്ലാം ഇങ്ങോട്ട് പഠിക്കാനൊക്കെ വരുന്നത്. അപ്പുറത്ത് കൃഷി സ്ഥലമാണ്. അവിടത്തേക്ക് എന്തെങ്കിലും സാധനങ്ങളോ എല്ലാം കൊണ്ടുപോകേണ്ടത് ഈ വഴിയാണ്. അപ്പോൾ അതെല്ലാം മുടക്കമാണ്. അടുത്ത് പാട്ട് കേൾക്കുന്ന അമ്പലം, ഇതാണ് അവരെ യാത്രാ സൗകര്യം കൊടുക്കേണ്ട, വഴി കൊടുക്കേണ്ട പാലം എല്ലാം പോയിരിക്കുകയാണ്. ഈ പാലത്തിൻ്റെ ശോചനീയാവസ്ഥ ഞങ്ങൾ അധികാരികളെ അറിയിച്ചിട്ട് ഏകദേശം 3 വർഷത്തോളമായി. ഇതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഈ ഇടയ്ക്കാണ് ഈ പാലത്തിൽ ഈ ഒരു അപകടം നടക്കുകയും അതിൻ്റെ ഭാഗമായി പാലം പൂർണ്ണമായും തകരുകയും ചെയ്യുകയാണ്. ഇതിപ്പോൾ നാട്ടുകാർക്ക് ഒരു തരത്തിലുള്ള ഗതാഗതത്തിനും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. പരാതി പലതു പറഞ്ഞും മടുത്ത പ്രദേശവാസികൾ ഇനി പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ്.
അടർന്നു വീഴാൻ നിൽക്കുന്ന ഈ കോൺക്രീറ്റ് പാളികൾ കണ്ടില്ലെന്നു നടിച്ചാൽ കരയുന്ന അമ്മമാരുടെയും സങ്കടപ്പെടുന്ന ഒരു നാടിൻ്റെയും വേദന ഇനിയും ഒരുപാട് നമ്മൾ കാണേണ്ടി വരും. അധികാരികൾ കണ്ണു തുറന്ന് ഇത് കണ്ടില്ലെങ്കിൽ വലിയ വലിയ അപകടങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും. വെങ്ങാനൂരിൽ നിന്നും ക്യാമറ അസിസ്റ്റന്റ് അജിത് കട്ടാലിനും ക്യാമറമാൻ നിധിനുമൊപ്പം അഖിൽ പാലോട്ടുമഠം, ജനം, തിരുവനന്തപുരം. മലപ്പുറം മഞ്ചേരിയിൽ SDPI പ്രവർത്തകരുടെ വീടുകളിൽ NIA റെയ്ഡ്. 4 പേരെ കസ്റ്റഡിയിലെടുത്തു. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കേസിലാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. കൂടുതൽ വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നുണ്ട്. ശിവദാസ്, എപ്പോഴാണ് ഈ ഒരു പരിശോധന ആരംഭിച്ചത്? വിഷ്ണു, ഇന്ന് പുലർച്ചെയാണ് അതീവ രഹസ്യമായി NIA സംഘം മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലെ SDPI പ്രവർത്തകരുടെ വീടുകളിൽ റെയ്ഡ് ആരംഭിച്ചത്. ഏകദേശം 3 സംഘങ്ങളായിട്ടാണ് ഇവർ റെയ്ഡിനായി എത്തിയത്. പ്രാദേശിക പോലീസിനെ പോലും അറിയിക്കാതെയാണ് ഇത്തരത്തിൽ NIA സംഘം ഇവിടേക്ക് റെയ്ഡിന് എത്തിയത്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കേസുകളിലാണ് NIA റെയ്ഡ് നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ SDPI ആസ്ഥാനങ്ങളിൽ അടക്കം ഇത്തരത്തിൽ EDയുടെ പരിശോധന ഉണ്ടായിരുന്നു. അതിന്റെ തീർച്ചയായി തന്നെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെയും ഈ രീതിയിലുള്ള ഒരു റെയ്ഡ് നടക്കുന്നത്. നിരോധിത സംഘടനയായ PFIയുടെ മറവിൽ അല്ലെങ്കിൽ PFI വഴി SDPIക്ക് ഫണ്ട് എത്തിയിരുന്നു. വിദേശങ്ങളിൽ നിന്ന് അടക്കം അത്തരത്തിലുള്ള ഫണ്ടുകൾ എത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിരീക്ഷണം NIA നടത്തിയിരുന്നു. അതിന്റെ തുടർച്ചയായി വിവിധ സംസ്ഥാനങ്ങളിലടക്കം NIA SDPI പ്രവർത്തകരുടെ വീടുകളിലും അതോടൊപ്പം തന്നെ മുൻപ് PFIയിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളുടെ വീടുകളിലും അവരുടെ ഓഫീസുകളിലും അടക്കം തന്നെ റെയ്ഡും അതോടൊപ്പം തന്നെ മറ്റ് നടപടിക്രമങ്ങളും എല്ലാം തന്നെ NIAയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ മഞ്ചേരിയിലും ഇത്തരത്തിൽ വ്യത്യസ്ത വീടുകളിൽ റെയ്ഡ് നടത്തിയിട്ടുള്ളത്. ഇന്ന് പുലർച്ചെ 3 മണിയോടെ തന്നെ NIA സംഘം ഇവിടേക്ക് എത്തിയിരുന്നു. രഹസ്യമായിട്ടാണ് ഇവർ എത്തിയത്. പിന്നീട് മഞ്ചേരിയിലുള്ള SDPI പ്രവർത്തകരുടെ വീടുകളിലേക്ക് സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് ഇവർ പോയത്. അതിനുശേഷം വീടുകളിൽ പരിശോധന ആരംഭിച്ചു. നിരവധി രേഖകൾ അടക്കം പിടിച്ചിട്ടുണ്ട്. 4 SDPI പ്രവർത്തകരെ കസ്റ്റഡിയിലും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം റെയ്ഡ് അവസാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു വീട്ടിൽ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മഞ്ചേരി എടവണ്ണപ്പാറയിലെ ഒരു SDPI പ്രവർത്തകന്റെ വീട്ടിലാണ് റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പോഴും തുടരുന്നുണ്ട്. മറ്റു ഉള്ള ഇടങ്ങളിലെല്ലാം തന്നെയുള്ള റെയ്ഡ് നടപടിക്രമങ്ങളും അവസാനിച്ചിട്ടുണ്ട്. അവിടെ നിന്നും ചില രേഖകൾ എല്ലാം തന്നെ പിടിച്ചെടുത്തിട്ടുണ്ട്. SDPIയുടെ സാമ്പത്തിക ഇടപാടും അതോടൊപ്പം തന്നെ വിദേശത്തു നിന്നും അവർക്ക് ധാരാളം പണം മുൻപ് എത്തിയിരുന്നു. പ്രത്യേകിച്ച് നിരോധിത സംഘടനയായ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന രാജ്യദ്രോഹ ശക്തികളായ ഭീകരവാദികളായ PFI വഴി അവർക്ക് വലിയ രീതിയിൽ തന്നെ ഫണ്ടുകൾ എത്തിയിരുന്നു. അത് മുൻപ് കൃത്യമായി തന്നെ NIAയും അതോടൊപ്പം തന്നെ ED എല്ലാം തന്നെ കൃത്യമായി നിരീക്ഷിച്ചിരുന്നു. അതിന്റെ വിവരങ്ങളും അതോടൊപ്പം തന്നെ തെളിവുകളും നേരത്തെ തന്നെ ശേഖരിച്ചിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ മഞ്ചേരിയിൽ ഈ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിഷ്ണു. ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്. പ്രതിഷേധ സമരങ്ങളിൽ വെട്ടിലായി സർക്കാരും CPMഉം. ആശാസമരത്തിന് പിന്നാലെ വുമൺ സിവിൽ പോലീസ് ഉദ്യോഗാർത്ഥികളും നിരാഹാര സമരം ആരംഭിച്ചതോടെ സർക്കാർ വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ നേരിടുന്നത്. തദ്ദേശ സ്വയംഭരണ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെയാണ് വിവിധ സമരങ്ങൾ തലസ്ഥാനത്ത് അരങ്ങേറുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ സമരവുമായി രംഗത്ത് എത്തിയേക്കുമെന്നാണ് സൂചന. കൂടുതൽ വിവരങ്ങളുമായി വിനീഷ ചേർന്നുണ്ട്. വിനീഷ, ശക്തമായ സമരങ്ങൾക്ക് തന്നെയാണ് തലസ്ഥാനം സാക്ഷിയാകുന്നത്. എന്നാൽ ഈ സമരങ്ങളോടൊക്കെ തന്നെയും ഒരു പ്രതികരണവും ഇല്ലാതെ മൗനം പാലിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഈ സമരത്തിൻ്റെ വലിയൊരു അല്ലെങ്കിൽ ഒരു ശക്തമായൊരു മുഖം തന്നെ ഇനി കാണുമെന്നുള്ളൊരു കാര്യമല്ലേ ഉള്ളത്? തീർച്ചയായിട്ടും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും ആദ്യം നടക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ആശാസമരം ഒത്തുതീർക്കാൻ കൃത്യമായി സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല. അതിന് തൊട്ടു പിന്നാലെ വുമൺസ് പോലീസ് സർവീസിലെ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളും സമരവുമായി രംഗത്തെത്തുന്നു. സമാനമായ രീതിയിൽ വിവിധ സംഘടനാ പ്രതിനിധികളും സമരവുമായി എത്തുന്നു. അത് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം പല സമരങ്ങളിലൂടും മുഖം തിരിഞ്ഞ ഒരു മനോഭാവമാണ് പിണറായി സർക്കാർ കാണിക്കുന്നത്. അത് സർക്കാരിന് വലിയ തിരിച്ചടിയാകുന്നുണ്ട്. ഒപ്പം തന്നെ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ തങ്ങളുടെ ആവശ്യങ്ങൾക്കായി സർക്കാരിന് മുന്നിലെത്തി സമരം ചെയ്താൽ അത് അനുഭാവപൂർവ്വം സർക്കാർ പരിഗണിക്കുമെന്ന പ്രതീക്ഷയാണ് വിവിധ സംഘടനകൾക്കുള്ളത്. പക്ഷേ ആ നിലപാടിലേക്ക്
സമരത്തിലേക്ക് സർക്കാർ കടക്കാത്ത സാഹചര്യത്തിൽ സർക്കാരിന് ഇത് തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. നിലവിലെ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ ശക്തമായ സമരവുമായി ആശാ വർക്കർമാർ ഇപ്പോൾ സമരരംഗത്ത് കഴിഞ്ഞ കുറേ നാളുകളായി രംഗത്തുണ്ട്. ഒപ്പം തന്നെ വുമൻസ് പോലീസ് സർവീസിലെ ഉദ്യോഗാർത്ഥികളും ഇത്തരത്തിൽ സമരവുമായി എത്തുന്നത് അത് വലിയ രീതിയിലുള്ള സർക്കാരിനെതിരെയുള്ള പ്രതിഷേധത്തിന് ഇടയാക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അത് സർക്കാരിന് തിരിച്ചടിയാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ആവശ്യങ്ങളുമായി വിവിധ സംഘടനകൾ രംഗത്തെത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ അഴിമതിയുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ വിവിധ വിഷയങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അതും സർക്കാരിന് വരും ദിവസങ്ങളിൽ തലവേദന സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായി ഉയരുന്ന ആക്ഷേപങ്ങൾ ഇങ്ങനെ പൂർണ്ണമായും പ്രതിരോധത്തിലായി നിൽക്കുകയാണ് മുഖ്യമന്ത്രിയും പാർട്ടി നേതൃത്വവും എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. വിഷ്ണു. ശരി, വി വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. 4ാം വട്ട ചർച്ചയും പരാജയപ്പെട്ടതോടെ 54ാം ദിവസവും സമരം തുടരുകയാണ് ആശാപ്രവർത്തകർ. നിരാഹാര സമരവും 16ാം ദിവസത്തിലേക്കും സർക്കാർ ഇന്ന് വീണ്ടും ആശമാരെ ചർച്ചയ്ക്ക് വിളിച്ചേക്കുമെന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട്. പഠന കമ്മീഷനും സംയുക്ത ചർച്ചയും വേണ്ടെന്നാണ് ആശമാരുടെ നിലപാട്. കൂടുതൽ വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നുണ്ട്. ടിൻഡു, കഴിഞ്ഞ ദിവസം തന്നെ ആശമാർ നിലപാട് വ്യക്തമാക്കിയതാണ്. തങ്ങൾ സമരവുമായി മുന്നോട്ട് തന്നെ പോകും, തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ ആ ഒരു സമരം തുടരുമെന്നുള്ള ശക്തമായൊരു നിലപാട് മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഒരുപക്ഷെ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയൊരു വനിതാ സമരമായി ആശാ വർക്കർമാരുടെ ഈ ഒരു സമരം മാറുകയല്ലേ? ടിൻഡുവിലേക്ക് വരാം. എന്തുതന്നെയായാലും വളരെ ശക്തമായൊരു സമരം തന്നെയാണ് തലസ്ഥാനത്ത് ആശാ വർക്കർമാർ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് സമരം മുന്നോട്ട് ശക്തമാക്കുമെന്നുള്ളൊരു നിലപാട് ആശാ വർക്കർമാർ അറിയിച്ചത്. എന്തുതന്നെയായാലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ശക്തമായൊരു സമരം തന്നെയാണ് ആശാ വർക്കർമാർ ഇപ്പോഴും തുടരുന്നത്. ടിൻഡു ദാസ് ഒരിക്കൽ കൂടി ചേർന്നുണ്ട്. ടിൻഡു, ഒരുപക്ഷെ ഈ ഒരു സമരം ഇത്രത്തോളം ശക്തമായി മുന്നോട്ട് പോവുകയാണ്. ഒരുപക്ഷെ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു വനിതാ സമരമായി ഇത് മാറുകയല്ലേ? തീർച്ചയായിട്ടും വിഷ്ണു, സമരം ഇന്ന് ഏതാണ്ട് 54 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. അതോടൊപ്പം നിരാഹാര സമരം 16 ദിവസവും പിന്നിട്ടിരിക്കുകയാണ്. 3 വട്ട ചർച്ചകൾ കഴിഞ്ഞു. ഈ 3 വട്ട ചർച്ചകൾ കഴിഞ്ഞിട്ടും സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് ആശാ വർക്കർമാർക്ക് അനുകൂലമായിട്ടൊരു തീരുമാനത്തിലേക്ക് എത്താനുള്ള ഒരു നിബന്ധനകളും കൊണ്ടുവന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നലെ ആശാ വർക്കർമാരും അതോടൊപ്പം തന്നെ സംയുക്ത ട്രേഡ് യൂണിയന്മാരും ഒക്കെ ആയിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. CIT ഉൾപ്പെടെയുള്ള ഇടത് ട്രേഡ് യൂണിയനുകൾ ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ട എന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ സമരം ചെയ്യുന്ന ഏതാണ്ട് 23,000-ഓളം വരുന്ന ആശാ വർക്കർമാരുടെ പ്രതിനിധികൾ ആവശ്യപ്പെടുന്നത് അവർക്ക് അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെ വിരമിക്കൽ തുകയും പ്രഖ്യാപിക്കുക എന്ന ആവശ്യം തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു ഘട്ടത്തിൽ പോലും ആരോഗ്യമന്ത്രിയോ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളോ അധികൃതരോ ഇവർക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതും അതോടൊപ്പം തന്നെ ഇവരുടെ ആനുകൂല്യം വർദ്ധിപ്പിക്കുന്നതും വിരമിക്കൽ ആനുകൂല്യം നൽകുന്നതുമായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് എത്തിച്ചേർന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നും ഇത്തരത്തിൽ ആരോഗ്യമന്ത്രിയുമായിട്ട് ചർച്ച ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ഡിമാൻഡുകൾ, ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കുമോ എന്ന കാര്യത്തിൽ ഈ ഘട്ടത്തിൽ ഉറപ്പ് പറയാൻ സാധിക്കില്ല. കാരണം കഴിഞ്ഞ 3 വട്ട ചർച്ചകളിലും സംസ്ഥാന സർക്കാർ ഈ സമരത്തെ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് ഈ സമരത്തെ അടിച്ചമർത്താൻ അല്ലെങ്കിൽ ഈ സമരത്തെ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത്. ഈ സമരവുമായിട്ട് അല്ലെങ്കിൽ ഈ സമരം ഇരിക്കുന്ന ആളുകളുമായിട്ട് അല്ലെങ്കിൽ ഒരു സമവായത്തിലേക്ക് പോകാനായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു ശ്രമമില്ല. കാരണം ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിനെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സമരമാണ്. പക്ഷേ എന്നിട്ട് പോലും സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ടൊരു അനുകൂല നിലപാടെടുക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ സ്ത്രീകളാണ് കഴിഞ്ഞ 54 ദിവസമായിട്ട് രാവും പകലുമില്ലാതെ വെയിലും മഴയും ഇല്ലാതെ സമരം ചെയ്യുന്നത്. അവരുടെ ആവശ്യങ്ങൾ, വിരമിക്കൽ ആവശ്യം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സമരം. സർക്കാരിൻ്റെ സമരത്തിന് മുന്നേ പറഞ്ഞുകൊണ്ട് ഈ സമരം, അതായത് സെക്രട്ടേറിയറ്റ് പടിക്കലിലേക്ക് സമരം മാറ്റുന്നതിന് മുന്നേ തന്നെ സംസ്ഥാന സർക്കാരിനോടും ആരോഗ്യവകുപ്പിനോടും ഇവരുടെ ആവശ്യങ്ങൾ അറിയിച്ചിരുന്നതാണ്. ഇവരുടെ ഇൻസെൻറ്റീവുകൾ മുടങ്ങുന്നു, ഇവരുടെ ഓണറേറിയം മുടക്കുന്നു. ആ സാഹചര്യത്തിലൊക്കെ ഇവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നുവെങ്കിൽ അത് സർക്കാർ ഒരു നിസ്സാരമായിട്ടുള്ള കാര്യമായിട്ടായിരുന്നു കണ്ടത്. പക്ഷേ അതിന് പിന്നാലെയാണ് ഒരു അനിശ്ചിതകാല സമരത്തിലേക്ക് ഈ സ്ത്രീ സംഘടന അല്ലെങ്കിൽ ആശാ വർക്കർമാരുടെ
സംഘടന മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ സമരം ശക്തമാകുന്ന ഘട്ടത്തിൽ പോലും സർക്കാരിന് അനുകൂലമായിട്ട് തീരുമാനമെടുക്കാൻ സാധിച്ചില്ല. ഈ 4ാം വട്ട ചർച്ചയിലും ഇവർക്ക് അനുകൂലമായിട്ട് തീരുമാനമെടുക്കുമോ എന്ന കാര്യത്തിലും പ്രതീക്ഷയിൽ. എന്തായാലും 54 ദിവസങ്ങൾ പിന്നിടുകയാണ്. സമരം തുടങ്ങി, നിരാഹാര സമരം തുടങ്ങി 16 ദിവസം പിന്നിടുന്നു. ഒന്നിലധികം ആശമാരാണ് ഇവിടെ നിരാശയേറ്റ് അല്ലെങ്കിൽ ബോധരഹിതരായിട്ട് ഈ സമരം നടക്കുന്ന സമയത്ത് ഈ സമരപ്പന്തലിൽ വീണത്. അപ്പോൾ പോലും സർക്കാരിന് കണ്ണു തുറക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇനി ഇവരുടെ ഭാഗത്ത് നിന്ന് നീതി ഉണ്ടാകുമോ എന്ന കാര്യത്തിലാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ സർക്കാരിൻ്റെ അല്ലെങ്കിൽ അധികൃതരുടെ ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് നീതി ഉണ്ടാകുമോ എന്ന കാര്യത്തിലാണ് ആശങ്കയുള്ളത്. വിഷ്ണു. ശരി, ടിൻഡുദാസാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്. കൊല്ലം കടക്കൽ ക്ഷേത്രോത്സവത്തിലെ വിപ്ലവ ഗാന വിവാദത്തിൽ ഗായകൻ അലോഷിയെ 1ാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു. ക്ഷേത്ര ഉപദേശക സമിതിയിലെ 2 പേരും കേസിൽ പ്രതികളാണ്. ഹൈക്കോടതി കേസ് പരിഗണനയിലിരിക്കെ കടക്കൽ പോലീസാണ് FIR രജിസ്റ്റർ ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേർന്നുണ്ട്. മനോജ്, എന്ത് തന്നെയായാലും നിർണായകമായ നടപടികളിലേക്കാണ് കടക്കുന്നത്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? വിഷ്ണു, ഇപ്പോൾ ഗായകനായിട്ടുള്ള അലോഷിയെ 1ാം പ്രതിയാക്കിയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഉപദേശക സമിതിയിലെ 2 പേരെ കൂടെ പ്രതി ചേർത്തിട്ടുണ്ട്. എന്തായാലും മാർച്ച് 10-ാം തീയതിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതായത് ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന സംഗീത പരിപാടിയിൽ വിപ്ലവഗാനം ആലപിക്കുകയും അതോടൊപ്പം തന്നെ CPM-ന്റെ ചിഹ്നവും DYFIയുടെ പതാകകളുമൊക്കെ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു പരിപാടി അവതരിപ്പിച്ചത്. പിന്നാലെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു, വലിയ വിമർശനങ്ങളൊക്കെ ഉയർന്ന സാഹചര്യത്തിലാണ് പിന്നീടത് കോടതി പരിഗണിക്കുമ്പോൾ വലിയ വിമർശനം അത് ദേവസ്വം ബോർഡിനും അതോടൊപ്പം തന്നെ ക്ഷേത്ര ഉപദേശക സമിതിക്കും നേരെ കോടതി ഉന്നയിച്ചിരുന്നു. കാരണം കഴിഞ്ഞ ദിവസവും കോടതി വ്യക്തമാക്കിയത് ഈ സംഭവം ലാഘവത്തോടെ കാണാൻ സാധിക്കില്ല, ഇത് പോലീസ് കേസെടുക്കേണ്ട സംഭവം തന്നെയായിരുന്നു എന്നുള്ളതാണ്. കാരണം അത്തരത്തിലൊരു സൗകര്യം ഒരുക്കി കൊടുത്ത് അതോടൊപ്പം തന്നെ ഈ കുപ്പികളുമായി ഈ പരിപാടിക്ക് മുന്നിൽ നൃത്തം വയ്ക്കുന്നവരൊക്കെ ഈ ദൃശ്യങ്ങളിൽ കാണാമെന്ന് കോടതി തന്നെ പറയുന്നു. അത്തരത്തിൽ ഒരു ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് നടത്തേണ്ട പരിപാടിയല്ല ഇത് എന്നുള്ളത് കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ പോലീസും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ വലിയ പ്രതിഷേധം ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. നിരവധി ഭക്തരാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. കാരണം ഒരിക്കലും ഒരു ക്ഷേത്രത്തിൽ നടത്താൻ പാടില്ലാത്ത തരത്തിലാണ് ഈ ഒരു സംഗീത പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇത് ആദ്യമായി തന്നെ ജനം TV-യിലൂടെയാണ് ഈ പുറത്തേക്ക് സമൂഹം ഇക്കാര്യം അറിയുന്നത്. കാരണം കഴിഞ്ഞ വർഷവും ഇതേ സംഭവം ഈ ക്ഷേത്രത്തിൽ നടന്നിരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷവും ഇത്തരത്തിൽ വിപ്ലവഗാനം പാടിക്കൊണ്ട് തന്നെയായിരുന്നു ഈ ക്ഷേത്രവേദിയിൽ പരിപാടി സംഘടിപ്പിച്ചത്. അതായത് ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള വേദിയിൽ തന്നെയാണ് ഇത്തരത്തിലൊരു പാർട്ടി വേദിയാക്കി മാറ്റിക്കൊണ്ട് ഈ പരിപാടികളൊക്കെ നടത്തുന്നത്. ഇതിൽ തന്നെ ഉപദേശക സമിതി അത് ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണുള്ളത് CPM-ന്റെ. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ക്ഷേത്രത്തെ ഉപയോഗിച്ച് വരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം കോടതി എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടെ അതിൽ കൃത്യത വരുത്തണമെന്നുള്ളതാണ്. കാരണം പിരിവ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായും ക്ഷേത്രത്തിലേക്ക് എത്തണമെന്നുള്ളതൊക്കെ കോടതി നിർദ്ദേശിച്ചിരുന്നു. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിലിപ്പോൾ 3 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും കേസ് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നുണ്ട്. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് വേദി ഒരുക്കുവാൻ വേണ്ടി ഈ ക്ഷേത്രത്തിൽ സമീപം വേദി ഒരുക്കുവാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അത് ഹൈക്കോടതിയുടെ വിധിപ്രകാരം അവിടെ നിന്നും മാറ്റേണ്ടി വന്നു. അത്തരത്തിൽ CPM-ന്റെ പരിപാടികൾക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ പരിപാടികൾക്ക് വേണ്ടി ക്ഷേത്രാങ്കണവും ക്ഷേത്രവും ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള പരാതി നേരത്തെ തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കടക്കൽ ക്ഷേത്രത്തിലെ വിപ്ലവ ഗാനത്തിൽ നിർണായകമായ നടപടികൾ ഉണ്ടാവുകയാണ്. മനോജാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്. തുല്യനീതി. വഖഫ് ഭേദഗതി ബില്ല് പാസാക്കി പാർലമെന്റ്. ലോക്സഭയ്ക്ക് പിന്നാലെ 95-നെതിരെ 128 വോട്ടുകൾക്കാണ് ബില്ല് രാജ്യസഭ പാസാക്കിയത്. 12 മണിക്കൂറിലേറെ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് ബില്ലിന് രാജ്യസഭയിൽ അംഗീകാരമായത്. പ്രതിപക്ഷ അംഗങ്ങൾ അവതരിപ്പിച്ച ഭേദഗതികൾ ശബ്ദ വോട്ടോടെ തള്ളി. ഇനി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ തീരുമാനമാണ് എല്ലാവരും കാത്തിരിക്കുന്നത്.
കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേർന്നുണ്ട്. ഗൗതം, പാർലമെന്റിനെ സംബന്ധിച്ചിടത്തോളം ചരിത്ര നിമിഷമായിരുന്നു. ഒരുപക്ഷെ ഇത്രത്തോളം ദിവസങ്ങൾ അല്ലെങ്കിൽ ആ ഒരു നീണ്ട ചർച്ചകളൊക്കെ തന്നെയും അത് കൃത്യമായൊരു തീരുമാനത്തിലേക്ക് വഴിമാറുന്നുണ്ട്. വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റിൽ അങ്ങനെ പാസ്സാകുന്നു. അതൊരു ചരിത്ര നിമിഷമായി മാറുമ്പോൾ ഒരുപക്ഷെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ തുടർഭരണത്തിൽ ഇതൊരു പൊൻതൂവൽ കൂടിയല്ലേ? വിഷ്ണു, മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏറ്റവും സുപ്രധാനമായ തീരുമാനങ്ങളിൽ ഒന്നാണ് വഖഫ് ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കിയ നടപടി. 2019 രണ്ടാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയ ഘട്ടത്തിൽ ആദ്യമെടുത്ത ചില സുപ്രധാനമായ തീരുമാനങ്ങളിൽ ഒന്ന് ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക അധികാരം മരവിപ്പിക്കുന്നതായിരുന്നു. അത് 2019 ഓഗസ്റ്റ് 5-നാണ് നടപ്പാക്കിയത്. പിന്നീട് അതേ വർഷം ഡിസംബർ മാസത്തിലെ ശൈത്യകാല സമ്മേളനത്തിലാണ് കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കിയത്. പിന്നീട് പല ചരിത്രപരമായ നീക്കങ്ങളും രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ കണ്ടു. ഇപ്പോൾ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ അധികാരമേറ്റതിന് ശേഷം ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ടതും വലിയ തോതിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധത്തിൻ്റെ വഴിവെച്ചതുമൊക്കെ വഖഫ് ഭേദഗതി ബില്ലായിരുന്നു. എന്തായാലും ഈ സുപ്രധാനമായ ബില്ല് പാർലമെൻറ്റിൻ്റെ ഇരു സഭകളും കടന്നിരിക്കുകയാണ്. ഇന്നലെ രാത്രി 2 മണിക്കാണ് ഇതുമായി 2:15 ഇതുമായി ബന്ധപ്പെട്ടുള്ള വോട്ടെടുപ്പ് നടന്നത്. 128 അംഗങ്ങളുടെ പിന്തുണ ഈ ബില്ലിനുണ്ടായപ്പോൾ കേവലം 95 അംഗങ്ങൾ മാത്രം, ഇന്ത്യ സഖ്യത്തിൻ്റെ അംഗങ്ങൾ മാത്രമാണ് ഈ ബില്ലിനെ എതിർത്തത്. കേരളത്തിൽ നിന്നുള്ള എംപിമാർ വിവിധ ഭേദഗതികൾ ഈ ബില്ലിൽ അവതരിപ്പിച്ചിരുന്നു. ജോൺ ബ്രിട്ടാസ്, അതോടൊപ്പം തന്നെ എ റഹീം, ശിവദാസൻ തുടങ്ങിയ ഇടതുപക്ഷത്തിൻ്റെ MLA-മാരും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ MP-യും ഇങ്ങനെ ഇടതുപക്ഷത്തിൻ്റെയും അതോടൊപ്പം തന്നെ UDF-ൻ്റെയും പ്രതിനിധികൾ ഭേദഗതികൾ അവതരിപ്പിച്ചു. അതെല്ലാം ശബ്ദ വോട്ടോടെ തള്ളുകയും പിന്നീട് ഈ ബില്ലിന്മേൽ വോട്ടെടുപ്പും നടക്കുകയായിരുന്നു. ഏതാണ്ട് 12 മണിക്കൂർ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് രാജ്യസഭ വോട്ടെടുപ്പിലേക്ക് കടന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിക്ക് കേന്ദ്ര ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ചു. പിന്നീട് 12 മണിക്കൂർ നീണ്ടുനിന്ന ശക്തമായ ചർച്ച സഭയിൽ, ലോക്സഭയ്ക്ക് സമാനമായ രീതിയിലുള്ള ചർച്ച രാജ്യസഭയിലും കണ്ടു. അങ്ങനെ ഇന്നലെ അർദ്ധരാത്രിയിൽ ബിൽ പാസാക്കി. ഇന്ന് പുലർച്ചെ 4:02-നാണ് രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞിരിക്കുന്നത്. ഇന്ന് 11 മണിക്ക് വീണ്ടും സഭ ചേരുകയാണ്. ഇന്നത്തോടുകൂടി പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ 2ാം ഘട്ടം അവസാനിക്കുന്നു. ഏതായാലും ഈ 2ാം ഘട്ട സമ്മേളനത്തിലെ ഏറ്റവും സുപ്രധാനമായ തീരുമാനങ്ങളിൽ ഒന്നായി ഈ ബില്ല് പാസ്സാക്കി എന്നത് തന്നെയാണ്. അതും അർദ്ധരാത്രിയിലാണ് പാർലമെന്റിന്റെ ഇരുസഭകളും ഈ നിർണായകമായ ബില്ല് പാസ്സാക്കിയത്. ഇനിയും രാഷ്ട്രപതി ദ്രൗപദി മുർമു കൂടി ഒപ്പിടുന്നതോടുകൂടി വഖഫ് ഭേദഗതി നിയമം നമ്മുടെ രാജ്യത്ത് നിലവിൽ വരും. ഗൗതം, ഒപ്പം എടുത്തു പറയേണ്ടത് നമുക്കറിയാം, നിരവധി പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ ഈ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള എതിർപ്പുകൾ എല്ലാം മറികടന്നുകൊണ്ടാണ് ഈ ഒരു വഖഫ് ഭേദഗതി ബിൽ പാർലമെൻറ്റിൽ പാസ്സാകുന്നത്. ഒരുപക്ഷെ ഈ ഒരു ചരിത്ര നിമിഷത്തിൽ എടുത്തു പറയേണ്ടത് ഈ ഭാരതത്തിൽ നടന്നിട്ടുള്ള വഖഫിനെതിരായ പ്രതിഷേധങ്ങളെക്കുറിച്ചാണ്. വിവിധ ഇടങ്ങളിൽ, കേരളം ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ ആ ഒരു പ്രക്ഷോഭം അലയടിച്ചു. ഒരുപക്ഷെ ആ പ്രക്ഷോഭങ്ങളുടെ ശക്തമായൊരു വിജയം കൂടിയല്ലേ ഈ ഒരു നിമിഷം? വിഷ്ണു, വഖഫ് നിയമം എന്നത് നമ്മുടെ രാജ്യത്ത് വലിയ തോതിൽ വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുള്ള ഒന്നാണ്. മാത്രമല്ല ഈ കോൺഗ്രസിൻ്റെ സർക്കാരുകൾ, പ്രത്യേകിച്ച് 1995-ലും നരസിംഹറാവുവിൻ്റെ കാലത്തുള്ള കോൺഗ്രസിൻ്റെ സർക്കാർ, പിന്നീട് 2013-ൽ മൻമോഹൻ സിംഗിൻ്റെ 2ാം UPA-യുടെ കാലഘട്ടം, ഈ 2 സർക്കാരുകൾ ഈ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഭേദഗതികളാണ് വഖഫ് ഭൂമി കുംഭകോണത്തിന് വഴിവെച്ചിട്ടുള്ളത്. ഈ നിയമത്തിലെ മുൻപുണ്ടായിരുന്ന നിയമത്തിലെ സെക്ഷൻ 40 അതിൽ തന്നെ പറയുന്നത് നമ്മുടെ നാട്ടിൽ ഏതൊരു ഭൂമിക്കുമേലും വഖഫിന് അവകാശവാദം ഉന്നയിക്കാൻ കഴിയുമെന്നുള്ളതായിരുന്നു. പല രീതിയിലുള്ള വിവാദപരമായിട്ടുള്ള സെക്ഷനുകൾ ഈ വഖഫ് നിയമത്തിലുണ്ട് എങ്കിൽ പോലും അതിലേറ്റവും വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുള്ളത് ഏതൊരു ഭൂമിക്കുമേലും വഖഫിന് അവകാശവാദം ഉന്നയിക്കാം. നമ്മുടെ പാർലമെൻറ്റ് വരെ വഖഫ് ഭൂമിയാണെന്നുള്ള അവകാശവാദം നിലവിലുണ്ട്. മാത്രമല്ല 1500 വർഷം പഴക്കം ചെന്ന ക്ഷേത്രങ്ങൾ, ശ്രീകൃഷ്ണൻ്റെ രാജധാനിയായ ദ്വാരക, കർണാടകയിലേക്ക് ആയിരക്കണക്കിന് കൃഷിഭൂമി, ഇതിൻ്റെയൊക്കെ മേൽ വഖഫ് അവകാശവാദം ഉന്നയിച്ചത് ഈ സെക്ഷൻ 40 എന്ന നിയമവ്യവസ്ഥ അടിസ്ഥാനമാക്കിക്കൊണ്ടായിരുന്നു. അതിനാൽ തന്നെ അതിനെതിരെ വലിയ പ്രതിഷേധം നമ്മുടെ രാജ്യത്ത് കാലാകാലങ്ങളായി നടന്നു വന്നു. മുനമ്പം അതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ്. കേരളത്തിലെ എറണാകുളം ജില്ലയിലെ മുനമ്പത്ത് നമുക്കറിയാവുന്നതാണ്, ഏതാണ്ട് 600ഓളം ക്രിസ്ത്യൻ സഹോദരന്മാർക്ക് അവരുടെ ഭൂമി പോലും ഈ വഖഫിൻ്റെ അധിനിവേശം മൂലം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെതിരെ വലിയ പ്രതിഷേധം
നമ്മുടെ രാജ്യത്ത് കാലാകാലങ്ങളായി നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനെ അഡ്രസ്സ് ചെയ്യാൻ രാജ്യത്ത് അധികാരത്തിലിരുന്ന കോൺഗ്രസ് സർക്കാരുകൾ തയ്യാറായില്ല. കാരണം കോൺഗ്രസിൻ്റെ സർക്കാർ തന്നെയാണ് ഈ വഖഫിന് ഇത്തരം അമിതമായ അധികാരങ്ങൾ നൽകിയത്. അത് നരസിംഹറാവു ആണെങ്കിലും പിന്നീട് മൻമോഹൻ സിംഗിന്റെ കാലത്താണെങ്കിലും മുൻപ് നെഹ്റുവിന്റെ കാലത്താണെങ്കിലും ഒക്കെ വഖഫിനെ കയറുരുട്ടത് ഈ കോൺഗ്രസ് ആണ്. അത് മുസ്ലിം വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള പല നീക്കങ്ങളും അങ്ങനെ നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണിത്. അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിന്റെ കാലഘട്ടങ്ങളിൽ ഇതിനെ പ്രതിരോധിക്കുന്നതിനോ അല്ലെങ്കിൽ ഈ വഖഫിനെ പിടിച്ചു കെട്ടുന്നതിനോ ഒരു തരത്തിലുമുള്ള നിയന്ത്രണങ്ങളോ വ്യവസ്ഥകളോ ഉണ്ടായിരുന്നില്ല. പക്ഷേ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയതോടുകൂടി ഈ വിഷയം കൃത്യമായിട്ട് തന്നെ സർക്കാർ പഠിക്കുകയും കഴിഞ്ഞ ദിവസം ഈ ബില്ല് അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ കിരൺ റിജിജു തന്നെ അതിൻ്റെ ചില കണക്കുകൾ പറയുന്നുണ്ട്. ഡൽഹിയിൽ മാത്രം 123 പ്രോപ്പർട്ടിയാണ് UPA സർക്കാർ വഖഫ് ബോർഡിന് എഴുതി നൽകിയത്. ഏറ്റവും ഒടുവിൽ പാർലമെന്റ് ഇരിക്കുന്ന സ്ഥലം വരെ തങ്ങളുടേതാണെന്ന് വഖഫ് പറയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അപ്പോൾ ഈ വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബില്ല് മൂന്നാം നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ മഴക്കാല സമ്മേളനത്തിൽ ഈ ബില്ല് പാസ്സാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതാണ്. പക്ഷേ അന്ന് ഈ വലിയ പ്രതിഷേധം പ്രതിപക്ഷം മുന്നോട്ട് വെച്ചതുകൊണ്ട് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് ഈ ബില്ല് അയക്കുകയായിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ രണ്ട് സഭകളും കടന്ന് ഇനിയും രാഷ്ട്രപതി ഭവനിലേക്ക് ഈ ബില്ല് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമു കൂടി ഈ ബില്ലിൽ ഒപ്പുവെക്കുന്നതോടുകൂടി പുതിയ വഖഫ് നിയമം നമ്മുടെ രാജ്യത്ത് നിലവിൽ വരും. അതോടുകൂടി മുനമ്പത്ത് ഉൾപ്പെടെ സമരം ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ഭൂമി കൃത്യമായി തന്നെ തിരികെ ലഭിക്കും. നമ്മുടെ രാജ്യത്ത് ധാരാളം വഖഫ് അധിനിവേശങ്ങൾ നടന്നിട്ടുണ്ട്. അതിനെല്ലാം ഇരകളാക്കപ്പെട്ടത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്. മുസ്ലിം സമൂഹത്തിലെ തന്നെ പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾ ഈ വഖഫിൻ്റെ അധിനിവേശത്തിന് ഇരകളായി അവർ പരാതിക്കാരായി ഇപ്പോഴും ജീവിക്കുകയാണ്. അപ്പോൾ അവർക്കെല്ലാം തങ്ങളുടെ ഭൂമി തിരികെ ലഭിക്കുന്നതായ ഒരു ബില്ലാണ് പാർലമെന്റ് കടന്നിരിക്കുന്നത്. അതിനാൽ വലിയ ആവേശം നമുക്ക് രാജ്യത്ത് എല്ലായിടത്തും കാണാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം ഈ ബില്ല് അവതരിപ്പിക്കുമ്പോൾ തന്നെ മുസ്ലിം സമൂഹത്തിന്റെ വലിയ ആഹ്ലാദ പ്രകടനം നമ്മൾ പാർലമെന്റിന്റെ മുന്നിൽ കണ്ടിരുന്നു. അത് റിപ്പോർട്ട് അന്ന് തന്നെ നമ്മൾ പ്രേക്ഷകരിലേക്ക് അതിന്റെ വിശദാംശങ്ങളും ദൃശ്യങ്ങളും ഒക്കെ എത്തിച്ചതാണ്. മധ്യപ്രദേശിലുമൊക്കെ ഇത്തരം പ്രകടനങ്ങൾ നടന്നിരുന്നു. കേരളത്തിലെ മുനമ്പത്ത് ഇന്നലെയും മിനിഞ്ഞാന്നും ഈ ബില്ല് പാസ്സാക്കുന്നത് അർദ്ധരാത്രിയിൽ 2 മണിക്ക് ശേഷവും മുനമ്പത്ത് ക്രിസ്ത്യൻ സഹോദരന്മാർ ആഹ്ലാദം പങ്കുവയ്ക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത് രാജ്യത്തൊട്ടാകെ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിനിടയിൽ വലിയ പരിവർത്തനത്തിന് തുടക്കം കുറിക്കുന്ന ഒരു ബില്ലാണ് ഇപ്പോൾ പാർലമെന്റിന്റെ ഇരു സഭകളും കടന്നിരിക്കുന്നത്. ശരി, ഗൗതമാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്. വഖഫ് ബില്ല് പാർലമെന്റിൽ പാസ്സായതോടെ ആഹ്ലാദത്തിലാണ് മുനമ്പത്തെ ജനത. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്രമന്ത്രിമാർക്കും ജയ് വിളിച്ചായിരുന്നു മുനമ്പം ജനതയുടെ ആഹ്ലാദ പ്രകടനം. അതേസമയം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് മുനമ്പം സമരപ്പന്തൽ സന്ദർശിക്കും. കൂടുതൽ വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുന്നുണ്ട്. കിരൺ, നമുക്കറിയാം ചരിത്ര ദിവസമാണ്. ഒരുപക്ഷെ ഇത്രയും നാളുകൾ നീണ്ട ആ ഒരു പ്രതിഷേധത്തിന് വളരെ ഒരു ഫലം ലഭിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഒരുപക്ഷെ മുനമ്പത്തുകാരുടെ ഈ ഒരു ആഹ്ലാദ പ്രകടനം അല്ലെങ്കിൽ ഈ ഒരു സന്തോഷ ദിവസം അവർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? വിഷ്ണു, തങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് ലഭിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുനമ്പത്തെ ജനങ്ങൾ നടത്തിയ സമരം 174 ദിവസത്തിലേക്ക് കടക്കുമ്പോഴാണ് രാജ്യസഭയിൽ കൂടി ഈ വഖഫ് നിയമ ഭേദഗതി പാസ്സാകുന്നത്. പ്രധാനമായിട്ടും ഈ ജനങ്ങൾ ഉന്നയിച്ചിരുന്ന ഒരു ആവശ്യം ഈ നിയമത്തിൻ്റെ ഭേദഗതി തന്നെയായിരുന്നു. ആ ഒരു കാര്യത്തിന് അംഗീകാരം കിട്ടുന്നതോടുകൂടി തന്നെ വലിയൊരു സന്തോഷത്തിലാണ് മുനമ്പത്തെ സമരസമിതിയും മുനമ്പത്തെ ജനങ്ങളും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇന്നലെയും മിനിഞ്ഞാന്നും, അതായത് പാർലമെൻറ്റിലെ ഇരു സഭകളിലും ഈ ബില്ല് പാസ്സാകുന്ന സമയത്ത് വലിയൊരു ആഹ്ലാദ പ്രകടനങ്ങൾ ജനങ്ങൾ നടത്തിയിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ സമരത്തിൻ്റെ നേതൃത്വം വഹിച്ചിരുന്ന നമ്മുടെ ഈ മുനമ്പം സമരത്തിൻ്റെ സമരസമിതി ചെയർമാനായിട്ടുള്ള ജോസഫ് ബെന്നിച്ചേട്ടൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, നിങ്ങൾ വലിയൊരു ആഹ്ലാദത്തിലാണ്. എങ്ങനെയാണ് ഈ ഒരു നിമിഷത്തെ ആഹ്ലാദം പങ്കുവെക്കുന്നത്? ഞങ്ങൾ വളരെയധികം സന്തോഷത്തിലാണ്. കാരണം ഈ 1989, 90, 91 കാലഘട്ടങ്ങളിലാണ് അന്നുണ്ടായിരുന്ന 218 കുടുംബങ്ങളിലെ പിതാക്കന്മാർ ഞങ്ങളുടെ വീടുകളിലേക്ക് ആധാരവുമായി ഫറൂഖ് കോളേജിന് പണം കൊടുത്തു വാങ്ങിയ തീറാധാരവുമായി മുന്നോട്ട് വന്നത്, വീടുകളിലേക്ക് വന്നത്. അന്ന് തുടങ്ങി റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടി എന്നുള്ള അമിതമായ ഒരു സന്തോഷം ഞങ്ങൾക്കുണ്ടായിരുന്നു, ഞങ്ങളുടെ കുടുംബങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങളന്ന് വീടുകളിൽ പായസം വെക്കുമായിരുന്നു. അതേപോലത്തെ ഒരവസ്ഥയിലാണ് വീണ്ടും റവന്യൂ തടങ്കലിലായി ഇത് വഖഫ് പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞ് ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചതിന് ശേഷം ഇപ്പോൾ രാജ്യസഭയും ലോകസഭയും കടന്ന് ഈ ബില്ല് നിയമമാകാൻ പോകുന്നത്. അതേപോലെയുള്ള ഒരു സന്തോഷമാണ് ഞങ്ങൾക്കിന്നുള്ളത്. ഞങ്ങൾ അതേപോലെ തന്നെ ഓരോരുത്തരും ലഡു വിതരണം ചെയ്തും വീടുകളിൽ പായസം വെച്ചും ഞങ്ങൾ സന്തോഷിക്കുകയാണ്. അത് മാത്രമല്ല, നിങ്ങൾ ഈ സമരം തുടങ്ങിയപ്പോൾ മുതൽ ഈ പല പ്രശ്നപരിഹാരത്തിന് പലതരത്തിലുള്ള ചർച്ചകൾ നടന്നിരുന്നെങ്കിലും നിങ്ങളുടെ ഈ ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം അത് ഈ നിയമ ഭേദഗതിയിലൂടെ മാത്രമേ നടപ്പിലാവൂ എന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയായിരുന്നുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. കാരണം ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച സമയത്തും ഞങ്ങൾ സംതൃപ്തരായിരുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രിയും പി രാജീവും ഇവിടുത്തെ ബഹുമാനപ്പെട്ട MLA യും എല്ലാം
ഞങ്ങളുമായി സംസാരിക്കുകയും കോട്ടപ്പുറം രൂപതയും ഇവിടുത്തെ ഇടവവികാരിയുമായിട്ടും എല്ലാം സംസാരിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഇതിലൂടെ ശാശ്വതമായൊരു പരിഹാരം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ മനസ്സോടെ വീണ്ടും അത് 100% വിശ്വാസത്തോടു കൂടി എടുത്ത് മുന്നോട്ട് പോയത്. അപ്പോഴാണ് വീണ്ടും ആ കമ്മീഷനെ പോലും റദ്ദാക്കുന്ന രീതിയിൽ വഖഫ് സംരക്ഷണ സമിതിയും വഖഫ് സംരക്ഷണ വേദിയും എല്ലാം ലിറ്റിഗേഷനുമായിട്ട് മുന്നോട്ട് വന്നത്. അതിൽ ഞങ്ങൾക്ക് വളരെയധികം വിഷമമുണ്ട്. അതോടൊപ്പം തന്നെ ഈ പാർലമെൻറ്റിൽ ഈ ശാശ്വതമായി ഇതിനെ മാറ്റം വരുത്തുന്നതിന് വേണ്ടി നിയമ ഭേദഗതിയാണ് വേണ്ടതെന്ന് ഞങ്ങളുടെ MP-യും ഇവിടെ വന്ന് പറയുകയുണ്ടായി. എന്നാൽ അതിന് പാർലമെൻറ്റിൽ വേണ്ട നടപടിക്രമങ്ങൾ BJP ഗവൺമെൻറ് എടുക്കുകയും രാജീവ് ചന്ദ്രശേഖരും അഡ്വക്കേറ്റ് ഷോൺ ജോർജും അതേപോലെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള ജിജി ജോസഫും എല്ലാം ശക്തിയായി ഇടപെടുകയും സുരേഷ് ഗോപി സാറ് ഇവിടെ വന്ന് പറയുകയും നിങ്ങൾക്ക് ഇതിനു നിന്ന് മോചനം മേടിച്ചു തരുമെന്ന് പറയുകയും ജോർജ് കുര്യൻ സാറ് വന്ന് ഇത് ശാശ്വതമായി നിങ്ങളെ പരിഹരിക്കുമെന്ന് പറയുകയും ചെയ്ത് അത് പ്രാബല്യത്തിൽ വരുത്താൻ പോവുകയാണ് ഇപ്പോൾ. അതുകൊണ്ട് ഞങ്ങൾ അമിതമായ ആഹ്ലാദത്തിലാണ്. മാത്രമല്ല ചേട്ടൻ ഇപ്പോൾ സൂചിപ്പിച്ചിരുന്നു, അതായത് ഹൈബീഡൻ അടക്കമുള്ള സ്ഥലം MP ആണ്. അദ്ദേഹം നേരത്തെ ഇവിടെ വന്നിട്ട് പറഞ്ഞിരുന്നത് വഖഫ് ഭേദഗതി നിയമമാണോ വേണ്ടതെന്നായിരുന്നു. പക്ഷേ ഇന്നലെ പാർലമെൻറ്റിൽ നോക്കിക്കഴിയുമ്പോഴത്തേക്കും അദ്ദേഹം ഇതിനെ എതിർക്കുന്ന ഒരു സമീപനമായിരുന്നു. ഇനി എങ്ങനെയാണ് ഈ സമരസമിതി എന്നുള്ള രീതിയിൽ ഇത്തരം രാഷ്ട്രീയക്കാരോടുള്ള നിങ്ങളുടെ ഒരു സമീപനം? അത് ഞങ്ങളുടെ എല്ലാം ഈ ഇവിടുത്തെ 610 കുടുംബങ്ങളുടെയും അതൊരു തീരാ ദുഃഖമാണ്. എല്ലാവർക്കും അതുകൊണ്ട് വിഷമതകളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ വിഷമം ഞങ്ങളുടെ എല്ലാം ഹൃദയങ്ങളിലും അത് വീണ്ടും അത് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഇനി എങ്ങനെയാണ് ഈ സമരം ഇപ്പോൾ ഇന്ന് 174 ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഭാവി സമരത്തിൻ്റെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയായിരിക്കും? ഇപ്പോൾ ശക്തമായ രീതിയിലുള്ള അതായത് നിയമപ്രശ്നങ്ങൾ ഇവിടെ തീരുകയാണ്. അപ്പോൾ റിട്രോസ്പെക്റ്റീവ് ഇല്ല, മുൻകാല പ്രാബല്യം ഇല്ല ഈ വരാൻ പോകുന്ന നിയമത്തിലെന്ന് പറയുമ്പോൾ അത് ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാഞ്ഞിട്ടാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം വഖഫ് ബോർഡ് ഇപ്പോൾ പറയുന്നത് വഖഫ് പ്രോപ്പർട്ടിയാണെന്ന്. ഈ വഖഫ് പ്രോപ്പർട്ടിയാണ്, ഇത് ഫറൂഖ് കോളേജിൻ്റെ ഭൂമിയാണ് എന്ന് പറയുമ്പോൾ തിരിച്ചു പോകേണ്ടത് സിദ്ദിഖ് സേട്ടു ഈ ഭൂമി കൊടുത്തത് ഫറൂഖ് കോളേജിനാണ്. അപ്പോൾ ഫറൂഖ് കോളേജിന് വിദ്യാഭ്യാസ ആവശ്യങ്ങൾ നടത്താൻ വേണ്ടി കൊടുത്ത ആ ഭൂമി ഫറൂഖ് കോളേജ് ഇവിടെ നിന്നും പണം വാങ്ങി വീണ്ടും അവിടെ നിർമ്മാണം നടത്തി സ്ഥലം വാങ്ങിക്കുകയും ചെയ്തു. വീണ്ടും ഇത് വഖഫായി പോവുകയാണെന്ന് പറഞ്ഞാൽ ഇത് എത്തിച്ചേരുന്നത് വീണ്ടും ഫറൂഖ് കോളേജിനാണ്. അപ്പോൾ ഫറൂഖ് കോളേജ് സ്വാതന്ത്ര്യമായിട്ട് നിൽക്കുകയാണ്. അങ്ങനെയെങ്കിൽ പിന്നെ ഫറൂഖ് കോളേജിന് കിട്ടുന്ന ഈ ഭൂമിയെല്ലാം വഖഫ് ബോർഡിലേക്കാകുമോ? ഒരിക്കലും ആവില്ല. ഫറൂഖ് കോളേജ് ഇപ്പോൾ ട്രസ്റ്റാണ്. 1860 ആക്ട് പ്രകാരം രൂപീകരിച്ച ട്രസ്റ്റാണ്. ആ ട്രസ്റ്റിന് തന്നെയാണ് പരമാധികാരം. അതായത് 1000 ഏക്കർ ഭൂമി 1950 അല്ലെങ്കിൽ 40 അതിനുശേഷം 75 ഫറൂഖ് കോളേജിനുണ്ടെങ്കിൽ അതിൻ്റെ പരമാധികാരി ഫറൂഖ് കോളേജ് തന്നെ ആയിട്ട് മാറും. അല്ലാതെ അത് വഖഫായല്ല മാറുന്നത്. അത് ഞങ്ങൾ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളാണെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി ജനങ്ങളെ പറ്റിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അത് ജനം തിരിച്ചറിയും. ഇപ്പോൾ എല്ലാവരും അത്യാവശ്യം വിദ്യാഭ്യാസമുള്ളവരും ചിന്തിക്കാൻ കഴിവുള്ളവരും അതേപോലെ തന്നെ നവമാധ്യമങ്ങൾ അപ്പോഴുള്ള കാര്യങ്ങൾ ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, വഖഫ് എന്താണെന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരെയും തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കുകയില്ല ഇന്നത്തെ ഈ നവയുഗത്തിൽ. ഏതായാലും വളരെയധികം നന്ദി. ഏതായാലും വിഷ്ണു അവർ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു പ്രതീക്ഷയായിരുന്നു അവർ മുന്നോട്ട് വെച്ചിരുന്ന ആ കാര്യം ഇപ്പോൾ പ്രാബല്യത്തിലേക്ക് എത്തുകയാണ്. അതിൻ്റെ ഒരു സന്തോഷ പ്രകടനങ്ങളൊക്കെ ഇന്നലെ കണ്ടിരുന്നതാണ്. ഈ 2:30 ഈ ബില്ല് രാജ്യസഭയിൽ പാസ്സാവുന്ന ആ സമയത്ത് തന്നെ മുനമ്പത്ത് ജനങ്ങൾ ഇറങ്ങുകയും പ്രധാനമന്ത്രിക്കും സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഇന്നലെ ഈ മുനമ്പത്തുകൂടെ ആഹ്ലാദ പ്രകടനം നടത്തിയിരുന്നു. ഇന്നിപ്പോൾ രാജീവ് ചന്ദ്രശേഖറും തുഷാർ വെള്ളാപ്പള്ളിയും ഈ സമരപന്തലിലേക്ക് എത്തുന്നുണ്ട്. നേരത്തെ ഈ സമരത്തിൻ്റെ തുടക്കം മുതൽ തന്നെ BJP എത്തിയിരുന്നതാണ്. BJP നേതാക്കളായിട്ടുള്ള കെ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ, സുരേഷ് ഗോപി തുടങ്ങിയ എല്ലാ നേതാക്കളും തന്നെ ഇവിടെ എത്തിയിരുന്നു. ഈ JPC-യിലെ തന്നെ അംഗമായിട്ടുള്ള അപരാജിത സാരംഗി അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തുകയും മുനമ്പത്തെ വിഷയം കൃത്യമായി തന്നെ JPC-ക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിരുന്നതാണ്. ഏതായാലും ഇപ്പോൾ ഈ സമരത്തിൻ്റെ തുടക്കം രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള ആളുകൾ ഇന്നിപ്പോൾ വീണ്ടും വരികയാണ്. ഏതായാലും ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ഉറപ്പ് അത് പ്രാവർത്തികമാക്കി എന്ന ആ ഒരു ഉറപ്പോടുകൂടി അല്ലെങ്കിൽ ആ ഒരു കാര്യം വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള ആളുകൾ ഇന്ന് ഇങ്ങോട്ട് എത്തുന്നത്. ഏതായാലും
രാജീവ് ചന്ദ്രശേഖരോടൊപ്പം തന്നെ BDJസിൻ്റെ നേതാവായിട്ടുള്ള തുഷാർ വെള്ളപ്പള്ളിയുമുണ്ട്. ഒപ്പം ഈ സമരത്തോടൊപ്പം തന്നെ ഈ കാര്യങ്ങൾ നോക്കി നിന്നിരുന്ന BJP നേതാവായിട്ടുള്ള ഷോൺ ജോർജും ഇവരോടൊപ്പമുണ്ട്. ഏതായാലും ഇവർ 11:30 തന്നെ ഈ സമരപ്പന്തൽ സന്ദർശിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിഷ്ണു. ശരി, കിരൺകുമാറാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്. ഭൂപതിവ നിയമ ഭേദഗതിക്ക് അംഗീകാരം കിട്ടി 1.5 വർഷം പിന്നിട്ടിട്ടും ചട്ടങ്ങൾക്ക് അംഗീകാരമായില്ല. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വതമായൊരു പരിഹാരം കാണുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു നിയമ ഭേദഗതി. ഫെബ്രുവരി മാസത്തിൽ ചട്ടങ്ങൾക്ക് അംഗീകാരം നൽകുമെന്ന് റവന്യൂ മന്ത്രി ഉറപ്പ് നൽകിയിരുന്നു. ചട്ടരൂപീകരണം വൈകുന്നതിൽ ജില്ലയിൽ ആശങ്കയും ഉടലെടുത്തിട്ടുണ്ട്. 2016 മുതൽ ജില്ലയിലെ ഭൂപ്രശ്നങ്ങളുടെ പ്രധാന കാരണം ഭൂപതിവ് ചട്ടലംഘനവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. എന്നാൽ ഇതിലേക്ക് നയിച്ചത് കോടതി ഉത്തരവുകളുടെ മറപിടിച്ച സർക്കാർ ഇറക്കിയ അനാവശ്യ ഉത്തരവുകളായിരുന്നു. കർഷക സംഘടനകളും പ്രതിപക്ഷവും ഭരണത്തിന് നേതൃത്വം നൽകുന്ന CPM വരെ ജില്ലയിൽ സമരവുമായി രംഗത്തെത്തി. ഭൂപതിവ് നിയമ ഭേദഗതി നടപ്പാക്കി പ്രശ്നപരിഹാരത്തിന് സുപ്രീം കോടതിയും നിർദ്ദേശിച്ചു. തുടർന്ന് 2023 സെപ്റ്റംബർ 14 നിയമസഭ ഭൂപതിവ് നിയമ ഭേദഗതി ബിൽ പാസാക്കി. 2024 ഏപ്രിൽ 27 ഗവർണർ ബില്ലിൽ ഒപ്പുവെച്ചത്. 2024 ഓഗസ്റ്റിൽ ചട്ടങ്ങൾ രൂപീകരിച്ച് ബിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ റവന്യൂ നിയമവകുപ്പുകൾ തമ്മിലുള്ള തർക്കവും ആശയക്കുഴപ്പവും മൂലം ചട്ടരൂപീകരണം ഇപ്പോഴും വൈകുകയാണ്. ഭൂപതിവ് ചട്ടം അത് ഉടനെ തന്നെ ഭേദഗതി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്നതിന് ഒരു പരിധിയില്ലാത്ത സ്ഥിതിയാണ്. ഇപ്പോൾ മാർച്ച് മാസത്തിൽ തന്നെ പുതിയ ചട്ടങ്ങൾ നിലവിൽ വരുമെന്നും പ്രശ്നങ്ങൾ അവസാനിക്കുമെന്നും പറഞ്ഞ ഗവൺമെന്റ് മന്ത്രി തന്നെ പറയുന്നു ഏപ്രിൽ മാസത്തിലേക്ക് അത് മാറുമെന്ന്. പട്ടയ നടപടികൾ പൂർണ്ണമായി നിശ്ചലമാക്കപ്പെട്ടിരിക്കുന്ന പരിസ്ഥിതിയിൽ ഇക്കാര്യങ്ങൾക്കെല്ലാം ഒരു പൂർണ്ണ തീർപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ചട്ടം ഭേദഗതികൾ അനിവാര്യമായി വന്നിരിക്കുമ്പോൾ ജനങ്ങളെ പറഞ്ഞ് കബളിപ്പിക്കുന്ന ഗവൺമെന്റിന്റെ നയം തിരുത്തണം. എത്രയും പെട്ടെന്ന് തന്നെ ചട്ടം ഭേദഗതി അത് പുറപ്പെടുവിച്ചുകൊണ്ട് ആശ്വാസകരമാകുന്ന ഒരു സ്ഥിതി. അക്കാര്യത്തിൽ മറ്റൊരു വിഷയം കൂടി ഉള്ളത്, സാധാരണക്കാർക്ക് ബാധ്യത ഉണ്ടാക്കുന്ന തരത്തിൽ സാധാരണക്കാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടുള്ള രീതിയിൽ ഇവിടെ സാധൂകരിക്കുന്ന പട്ടയങ്ങൾ സാധൂകരിക്കുന്ന ഒരു സ്ഥിതിയാകരുത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ജനങ്ങളെ പീഡിപ്പിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ അതിശക്തമായ സമരം അക്കാര്യത്തിലും ഉണ്ടാകുമെന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് ചട്ടഭേദഗതി പുറത്തിറക്കണമെന്ന് ആവശ്യം മുന്നോട്ട് വരികയാണ്. പട്ടയ വ്യവസ്ഥകൾ ലംഘിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങൾ ക്രമവത്കരിക്കുന്നത് സംബന്ധിച്ച തർക്കമാണ് നടപടി നീണ്ടുപോകാൻ കാരണമെന്നും ആരോപണമുണ്ട്. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ മാനദണ്ഡങ്ങളോടെ ചട്ടരൂപീകരണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. നടപടി വൈകിപ്പിക്കുന്നതിനെതിരെ സമരം ശക്തമാക്കാൻ കർഷക സംഘടനകളും തീരുമാനിച്ചിട്ടുണ്ട്. ജനം, ഇടുക്കി. സ്വകാര്യ സർവകലാശാല വിഷയത്തിൽ പിണറായി സർക്കാരിന് മധുര പാർട്ടി കോൺഗ്രസിൽ വിമർശനം. ഉന്നത സർവകലാശാല നയം മാറ്റത്തിൽ പ്രതികൾ എതിർപ്പും ആശങ്കയും രേഖപ്പെടുത്തി. പലയിടങ്ങളിലും പാർട്ടിയോട് അകൽച്ച കാണിച്ചതിൽ CPIക്കും കടുത്ത വിമർശനമാണ് ഉണ്ടായത്. അതേസമയം കോൺഗ്രസ് സഹകരണത്തിനായാണ് ബംഗാൾ ഘടകം ബാധിച്ചത്. ഇതിനൊപ്പം സംസ്ഥാനത്തെ മുസ്ലിം തീവ്രവാദ സംഘടനകളുടെ പ്രവർത്തനങ്ങളെയും ബംഗാൾ ഘടകം ചൂണ്ടിക്കാട്ടി. കേരളത്തിൽ അടക്കം CPM മുന്നേറ്റത്തിന് BJPയുടെ വളർച്ച തടസ്സമാകുന്നതായും പ്രതിനിധികൾ ചർച്ചയിൽ ഉന്നയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേർന്നുണ്ട്. ജിജീഷ, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവിടുന്നത്? പാർട്ടി കോൺഗ്രസ് തുടരുന്ന ഘട്ടത്തിൽ ഇന്ന് പ്രധാനമായും പ്രതിനിധികളുടെ ചർച്ചയാണ് ഇന്നൊരു പ്രധാനപ്പെട്ട നടപടിയായുള്ളത്. വിവിധ ഘടകങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് CPMന്റെ സംഘടനാ ദൗർബല്യങ്ങൾ, ഓരോ സംസ്ഥാനത്തുമുള്ള സംഘടനാപരമായ ദൗർബല്യങ്ങൾ, ഒപ്പം തന്നെ BJPയുടെ വലിയൊരു വളർച്ച എല്ലാം തന്നെയാണ് ഈ പാർട്ടി കോൺഗ്രസിൽ പ്രധാനമായും ചർച്ചയായിരിക്കുന്നത്. ബംഗാൾ ഘടകം എന്നാൽ അവിടെ ഭീകരവാദം, മുസ്ലിം ഭീകരവാദ സംഘടനകൾ ഉയർത്തുന്ന, രാജ്യത്തിനെതിരെ ഉയർത്തുന്ന ഭീഷണി കൃത്യമായി തന്നെ പറയുന്നുണ്ട്. എന്നാൽ സാധാരണ നിലയിൽ കേരള ഘടകം അടക്കം ഇത്തരം കാര്യങ്ങളിൽ പ്രീണന നയം അല്ലെങ്കിൽ അത്തരം സമീപനം തുടരുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് ബംഗാൾ ഘടകം മുസ്ലിം ഭീകരവാദികൾ ഉയർത്തുന്ന ഭീതിജനകമായ സാഹചര്യത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നത്. അതേ ഘട്ടത്തിൽ തന്നെയാണ് ചർച്ചയിൽ സ്വകാര്യ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട എതിർപ്പുകൾ, വിമർശനങ്ങൾ ഉയരുന്നതും. ഒപ്പം തന്നെ കോൺഗ്രസുമായി ഒരു ധാരണയിൽ മുന്നോട്ട് പോകാം എന്ന് ബംഗാൾ ഘടകം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. മമതാ ബാനർജിയാണ് പ്രധാനപ്പെട്ട ശത്രു. മമതാ ബാനർജി തങ്ങളെ ഒരു തരത്തിലും പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മമതാ ബാനർജിയെ
ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് കോൺഗ്രസിനെ ഒപ്പം നിർത്തുക എന്നെല്ലാമുള്ള ചില നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പാർട്ടി കോൺഗ്രസിൽ ഉയർന്നു വരികയും ചെയ്തു. രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിന്മേലും സംഘടനാ റിപ്പോർട്ടിന്മേലും 24-ാം പാർട്ടി കോൺഗ്രസിൽ വരുന്ന ചർച്ചകൾ ദേശീയ തലത്തിൽ CPM നേരിടുന്ന ഒരു പ്രതിസന്ധിയിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്നതാണ്. എങ്ങനെയാണ് ആ പ്രതിസന്ധിയെ പരിഹരിക്കാൻ കഴിയുക എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾക്കപ്പുറം അനുദിനം വർദ്ധിച്ചു വരുന്ന ആ പ്രതിസന്ധി പാർട്ടിയെ എങ്ങനെയാണ് വരിഞ്ഞു മുറുക്കുന്നത് എന്ന കാര്യം തന്നെയാണ് അവിടെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭീകരവാദത്തെക്കുറിച്ച് മറ്റ് സംസ്ഥാന ഘടകങ്ങൾ ഒന്നും തന്നെ മിണ്ടാതിരിക്കുമ്പോൾ ബംഗാൾ ഘടകം അത്തരം കാര്യങ്ങൾ ചിലത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഭീകര സംഘടനകളുടെ വളർച്ച ഏറെ ആശങ്ക പരത്തുന്നതാണ് എന്ന കാര്യമാണ് അവർ പറയുന്നത്. ബംഗാളിൽ സ്വന്തമായി സംഘടനാ പ്രവർത്തനം നടത്താനുള്ള ഒരു സാഹചര്യം മമതാ ബാനർജി തരുന്നില്ല, അല്ലെങ്കിൽ സ്വന്തമായ സംഘടനാ പ്രവർത്തനം മമതാ ബാനർജി തടയുന്നു എന്നൊരു ആരോപണം ഇവിടെ CPM ഉയർത്തുകയും ചെയ്യുന്നുണ്ട്, ആ ഘടകം ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസുമായി ഒരു സഹകരണത്തിലൂടെ പോവുക, കോൺഗ്രസിനെ ഒരു ശത്രുപക്ഷത്ത് നിർത്തേണ്ട കാര്യമില്ല എന്നുള്ള അഭിപ്രായം ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. വലിയ തോതിലുള്ള BJP മുന്നേറ്റം ആണ്. കാരണം കേരളത്തിന്റെ ഒരു മാതൃകയിൽ വീണ്ടും തുടർഭരണവും അല്ലെങ്കിൽ ഭരണം പിടിക്കുകയും എല്ലാം നടക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ചില അംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചു. എന്നുള്ളത് സാധ്യമായ ഒരു കാര്യമല്ല, ഒരു എളുപ്പമുള്ള കാര്യമല്ല. കാരണം BJPയുടെ വളർച്ച അനുദിനമാണ്. അത് വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ, അല്ലെങ്കിൽ കേരളത്തിലേതിന് സമാനമായ ഒരു രീതിയിൽ മുന്നേറ്റം മറ്റു സ്ഥലങ്ങളിൽ ഏതു വന്നാലും സാധ്യമല്ല എന്ന കാര്യം തന്നെയാണ് പ്രതിനിധികൾ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. ഇടത് ഏകോപനം സാധ്യമാകുന്നില്ല എന്ന കാര്യം, കാരണം CPIക്ക് വിമർശനമുണ്ടായതിന് ഒപ്പം തന്നെയാണ് ഇടത് ഏകോപനം ഉണ്ടാകുന്നില്ല എന്നൊരു വിമർശനം അവിടെ ഉണ്ടാവുകയും ചെയ്യുന്നത്. ദേശീയ തലത്തിൽ പ്രവർത്തന രംഗത്ത് നിലനിൽക്കുന്ന പ്രതിസന്ധി, ഇടത് ഐക്യത്തിന്റെ അപ്രായോഗികത തന്നെയാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. അത് ചർച്ചയിൽ പങ്കെടുത്ത അംഗങ്ങളെല്ലാം തന്നെ അക്കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു. കേരള മോഡലിലൂടെ ത്രിപുരയിലും ബംഗാളിലും ഭരണത്തിൽ തിരിച്ചെത്താനാകുമെന്ന പ്രതീക്ഷ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചില അംഗങ്ങൾ പറഞ്ഞു. അവിടെയാണ് BJPയുടെ വളർച്ച കൂടി ചർച്ചയായത്. BJP വലിയ തോതിൽ വോട്ട് വർദ്ധിപ്പിക്കുന്നു. എല്ലായിടത്തും ഈ CPMന്റെ ശക്തി കേന്ദ്രങ്ങളായ സംസ്ഥാനങ്ങളിലടക്കം BJP മുന്നേറ്റമുണ്ടാക്കുന്ന പശ്ചാത്തലത്തിൽ ഈ തിരിച്ചുവരവ് അത്ര ഒരു യാഥാർത്ഥ്യ സ്വഭാവമുള്ള കാര്യമല്ല, അത്തരത്തിൽ വേഗത്തിൽ നടപ്പിലാകുന്ന ഒരു കാര്യമല്ല എന്ന ഒരു വസ്തുത അല്ലെങ്കിൽ യാഥാർത്ഥ്യം പാർട്ടി അംഗങ്ങൾ അവിടെ ചർച്ചയിൽ പങ്കെടുത്ത ആളുകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. പ്രധാന ഭീഷണി, തുടർഭരണ സാധ്യതയ്ക്ക് പ്രധാന ഭീഷണി BJP ആണ് എന്നാണ് ഈ അംഗങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. ബംഗാളിലും BJP കൈവരിച്ച മുന്നേറ്റം അത് പ്രത്യേകമായി തന്നെ ബംഗാൾ ഘടകം എടുത്തു പറഞ്ഞു. നേരത്തെ തന്നെ കേരളത്തിലെ BJPയുടെ വളർച്ചയും കേരളത്തിലെ മുന്നേറ്റവും എല്ലാം ചർച്ചയിൽ വന്നിരുന്നു. കേരളത്തിലെ പ്രതിനിധികൾ അടക്കം ആ കാര്യങ്ങൾ ഉയർത്തുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെയാണ് ബംഗാളിൽ നിന്നുള്ള പ്രതിനിധികൾ അവിടെയുള്ള BJPയുടെ വളർച്ചയും BJPയുടെ മുന്നേറ്റവും എല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇങ്ങനെ സംഘടനാപരമായ നിരവധി ദൗർബല്യങ്ങൾ ശക്തമായിരിക്കുന്ന പാർട്ടിയിൽ വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് പാർട്ടി കടന്നു പോകുന്നത് എന്ന കാര്യം അത് പാർട്ടിക്ക് നല്ല ബോധ്യമുണ്ട്, പാർട്ടിയിലെ അംഗങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് ചർച്ചയിൽ പങ്കെടുത്ത പ്രതിനിധികൾ അവർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്ന് പറയുന്നതും അവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളും. ശരി, ജിജീഷാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്. ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ പരിപാടികളിൽ പങ്കെടുത്ത സാദിഖ് അലി തങ്ങളെ വിമർശിച്ച സമസ്ത കേന്ദ്ര മുശാവറ അംഗത്തെ ജാമിയ നൂരിയയിൽ നിന്ന് പുറത്താക്കിയതിൽ അണികളിൽ അമർഷം ഉയരുന്നു. പട്ടിക്കാട് ജാമിയ നൂരിയ അധ്യാപകനായ അസ്കർ അലി ഫൈസിയെയാണ് സാദിഖ് അലി തങ്ങളെ വിമർശിച്ചതിൻ്റെ പേരിൽ പുറത്താക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, ഈ ഒരു പുറത്താക്കൽ നടപടിയാണ് കൂടുതൽ ഭിന്നതകളിലേക്ക് വഴിവെക്കുമോ എന്നുള്ളൊരു കാര്യമല്ലേ ഉള്ളത്? വിഷ്ണു, ഈ കഴിഞ്ഞ ദിവസമാണ് ഈ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തത്. ഈ പരിപാടിയിൽ പങ്കെടുത്തതിനെയാണ് ഈ ജാമിയ നൂരിയയിലെ അധ്യാപകനായിട്ടുള്ള അസ്കർ അലി ഫൈസി വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ആദർശത്തെയാണ് മുറുകെ പിടിക്കേണ്ടത്, എല്ലായിടത്തും കയറി നിറങ്ങുന്നവർ നാൽക്കാലികൾക്ക് സമാനമാണ് എന്ന് തുടങ്ങുന്ന വിമർശനമാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ഒരു പൊതു വേദിയിൽ വെച്ചായിരുന്നു ഈ അധ്യാപകൻ ഈ വിമർശനം ഉന്നയിച്ചത്. സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പേരെടുത്ത് പറയാതെയാണ് വിമർശനമെങ്കിലും കൃത്യമായി തന്നെ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് അന്ന് തന്നെ വലിയ രീതിയിൽ ആ സദസ്സിൽ തന്നെ വലിയ രീതിയിൽ ഒരു ചർച്ചയ്ക്ക് വഴിവെക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇത് വലിയ രീതിയിലുള്ള ചർച്ചയായതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ജാമിയ നൂരിയയിലെ അധ്യാപകനായിട്ടുള്ള അസ്കർ അലി ഫൈസിയെ ഈ കോളേജിൽ നിന്ന് പുറത്താക്കുന്ന നടപടിയിലേക്ക് അധികൃതർ കടന്നിരിക്കുന്നത് എന്നതാണ്. മറ്റൊന്ന്, ഈ സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഈ ജാമിയ നൂരിയ കോളേജിന്റെ പ്രസിഡന്റ് എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ അധ്യാപകനെ, തനിക്കെതിരെ വിമർശനം ഉന്നയിച്ച അധ്യാപകനെ ആ കോളേജിൽ നിന്ന് തന്നെ പുറത്താക്കിയിരിക്കുന്നത്.
ഈ അധ്യാപകനെ പുറത്താക്കിയതിൽ ഈ സംഘടനയിൽ തന്നെ രണ്ട് പക്ഷമുണ്ട്. സ്വന്തം ഒരു വിമർശനം ഉന്നയിച്ചതിന്റെ പേരിൽ ഏകപക്ഷീയമായ ഒരു അധ്യാപകനെതിരെ എന്തടിസ്ഥാനത്തിലാണ് നടപടി എടുക്കുക എന്നൊരു ചോദ്യം ഉയർത്തുന്ന ഒരു വിഭാഗം ഉണ്ട്. അതേസമയം മറ്റൊരു വിഭാഗം ഇത്തരത്തിൽ സാദിഖ് അലി തങ്ങൾക്കെതിരെ പരസ്യമായി ഈ രീതിയിലൊരു വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം, അതും ഈ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരു കോളേജിലെ ഒരു അധ്യാപകൻ, ആ അധ്യാപകൻ തന്നെ ഈ രീതിയിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ സംഘടനയ്ക്കകത്തും പുറത്തും തന്നെ രണ്ട് വിഭാഗം ഉണ്ട് എന്നതാണ്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ അധ്യാപകനെ ഏകപക്ഷീയമായി തന്നെ പുറത്താക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഈ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ സമസ്തയിൽ തന്നെ ഒരു വിഭാഗത്തിന് വലിയ എതിർപ്പുണ്ട് എന്നതാണ്. ഈ ലീഗ് വിരുദ്ധർക്കാണ് ഈ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇത്തരത്തിലുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിയിൽ പങ്കെടുത്തുന്നതിന് നേരത്തെ തന്നെ ലീഗ് വിരുദ്ധർ, ഈ സമസ്തയിലെ ലീഗ് വിരുദ്ധർ വലിയ രീതിയിലുള്ള വിമർശനമൊക്കെ തന്നെ ഉന്നയിച്ചിരുന്നു. അതിനിപ്പോൾ ആ ലീഗ് വിരുദ്ധർ, സമസ്തയിലെ ലീഗ് വിരുദ്ധർ ഈ വിഷയവും വലിയ രീതിയിൽ ചർച്ചയാക്കാനും അത് വരും ദിവസങ്ങളിൽ മറ്റ് ഈ രണ്ട് പാർട്ടിക്കുള്ളിലെ തന്നെ രണ്ട് പേരെ രണ്ട് ചേരിയിലാക്കാനുള്ള കാര്യങ്ങളിലേക്കൊക്കെ തന്നെ കടക്കും എന്നതാണ് മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, ഒരു പരസ്യമായ ഒരു വേദിയിൽ ഇത്തരത്തിലൊരു നേതാവിനെ, സാദിഖ് അലി ശിഹാബ് തങ്ങളെ വിമർശിച്ചതിന്റെ പേരിലാണ് അദ്ദേഹം തന്നെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഈ ജാമിയ നൂരിയ കോളേജിൽ നിന്ന് ഒരു അധ്യാപകനെ പുറത്താക്കിയിരിക്കുന്നത് എന്നതാണ്. വിഷ്ണു. ശരി, അനഘയാണ് വിവരങ്ങൾ നൽകിയത്. ശ്രീനഗറിലെ ടൂലിപ്പ് ഗാർഡൻ 8 ദിവസത്തിനുള്ളിൽ സന്ദർശിച്ചത് 2 ലക്ഷം പേരാണ്. മാർച്ച് 23-നായിരുന്നു പൂന്തോട്ടം സന്ദർശകർക്കായി തുറന്നുകൊടുത്തത്. ടൂലിപ്പ് ഗാർഡന്റെ മനോഹരമായ ദൃശ്യങ്ങൾ കാണാം ഇനി. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി യുവതി പിടിയിലായ കേസിൽ വിവരങ്ങൾ ശേഖരിച്ച രഹസ്യാന്വേഷണ വിഭാഗം തസ്ലീമയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. ലഹരി സംഘത്തിലെ മുഖ്യ കണ്ണിയാണ് പിടിയിലായ തസ്ലീമ. ചെന്നൈ കേന്ദ്രീകരിച്ച് തമിഴ് സിനിമാ മേഖലയിലും ലഹരി ഇടപാടുകൾ നടത്തിയെന്നാണ് സംശയം. കേസിൽ കൂടുതൽ പ്രതികൾ അറസ്റ്റിലാകുമെന്നാണ് സൂചന. കൂടുതൽ വിവരങ്ങളുമായി നിഷ ദിലീപ് ചേർന്നുണ്ട്. നിഷ, കഴിഞ്ഞ ദിവസമാണ് ഞെട്ടിക്കുന്ന കൂടുതൽ വിവരങ്ങൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട പുറത്തു വരുന്നത്. മലയാള സിനിമയിലടക്കം പ്രമുഖ നടന്മാർക്കടക്കം ഈ കഞ്ചാവ് അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ നൽകിയെന്നുള്ള ഒരു വെളിപ്പെടുത്തൽ ഈ ഒരു പ്രതി നടത്തിയിരുന്നു. ഒപ്പം തന്നെ തമിഴ് സിനിമാ മേഖലകളിലും സമാനമായ രീതിയിലുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു സംശയം കൂടി നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ എങ്ങനെയാണ് ഇപ്പോഴുള്ള ഈ ഒരു അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നത്? വിഷ്ണു, ആലപ്പുഴ ഓമനപ്പുഴയിൽ കോടികൾ വിലമതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവുമായി യുവതിയടക്കം 2 പേർ പിടിയിലായ സംഭവത്തിൽ രഹസ്യാന്വേഷണ വിഭാഗം വിവരങ്ങൾ ശേഖരിക്കുകയാണ്. ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചത് ഇന്ത്യക്ക് പുറത്തു നിന്നാണെന്ന് തെളിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലേക്ക് ഇവർ നടത്തിയ സാമ്പത്തിക ഇടപാടുകളടക്കം കേന്ദ്ര ഏജൻസികൾ പരിശോധിക്കും. ഇതിന്റെ മുന്നോടിയായുള്ളൊരു വിവരശേഖരണമാണ് ഇപ്പോൾ നടക്കുന്നത്. പിടിയിലായ തസ്ലിമ സുൽത്താന ചോദ്യം ചെയ്യലിൽ തമിഴ് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയ മൊഴിയുടെ വിശദാംശങ്ങളുമൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കും. ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടെന്ന് എക്സൈസിനും വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അന്വേഷണം. പ്രധാനമായും ചെന്നൈയും ബംഗളൂരുവും കൊച്ചിയും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഹരി സംഘങ്ങളെയൊക്കെ തന്നെ ഈ പോലീസിന്റെ എക്സൈസിന്റെ അന്വേഷണ പരിധിയിൽ വരും. ഇവരാണ് ഈ കൂടുതൽ മുഖ്യ കണ്ണി ഈ കേസിലെ മുഖ്യ കണ്ണിയായ തസ്ലീമയ്ക്ക് ചെന്നൈയും ബംഗളൂരുവും കൊച്ചിയുമൊക്കെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ഈ കൈമാറ്റമെന്നാണ് എക്സൈസിന് വിവരം ലഭിച്ചത്. മറ്റു പ്രതികളെ കുറിച്ചുള്ള സൂചനകൾ ഇവരിൽ നിന്ന് ലഭിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ചെന്നൈ കേന്ദ്രീകരിച്ച് തമിഴ് സിനിമാ മേഖലയിലും ലഹരി വിരുന്നും കഞ്ചാവ് വിതരണവും ഒക്കെ
നടത്തിയതായി സംശയമുണ്ട്. അതേസമയം ലഹരി സംഘവുമായി ബന്ധപ്പെട്ടവരെന്ന് കരുതുന്ന യുവ നടന്മാർ അടക്കമുള്ളവർക്ക് നോട്ടീസ് അയക്കുന്നത് വൈകിട്ടും 2 പേരുടെ പേരുകൾ തസ്ലീമ സുൽത്താന വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് എക്സൈസ് അറിയിച്ചത്. എന്നാൽ ഇവർ കൂടുതൽ തെളിവുകൾ സ്വീകരിച്ച ശേഷം മാത്രമായിരിക്കും ഇവർക്ക് നോട്ടീസ് അയക്കുക എന്നും എക്സൈസ് അറിയിച്ചിട്ടുണ്ട്. പിടിയിലായ തസ്ലീമയെയും ഫിറോസിനെയും വിശദമായ ചോദ്യം ചെയ്യലിന് എക്സൈസ് സംഘം കസ്റ്റഡിയിൽ വാങ്ങും. ഫോൺ രേഖകളും മാത്രമല്ല ഇവരുടെ ഡിലീറ്റ് ചെയ്ത വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം സന്ദേശങ്ങളും UPI വഴി നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ ഡിജിറ്റൽ തെളിവുകളും ശാസ്ത്രീയ പരിശോധനയിലൂടെ വീണ്ടെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിനായി ഇന്നലെ തന്നെ ഫോറൻസിക് പരിശോധനയ്ക്കായി ഇവരുടെ ഫോണുകൾ അയച്ചിരുന്നു. ഇതിന്റെ പരിശോധനാ ഫലം ലഭിക്കാൻ പരമാവധി 10 ദിവസം സമയമെടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ സിനിമാ താരങ്ങൾ അടക്കമുള്ളവർക്ക് നോട്ടീസ് നൽകുന്നത് ഇതിന് ശേഷമായിരിക്കുമെന്നാണ് ഇപ്പോൾ എക്സൈസ് സംഘം അറിയിക്കുന്നത്. നടന്മാരായ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി എന്നിവരുമായി നടത്തിയ ലഹരി ഇടപാടിന്റെ വിവരങ്ങളായിരുന്നു തസ്ലീമ സുൽത്താന പ്രാഥമിക ചോദ്യം ചെയ്യലിൽ എക്സൈസിനോട് വെളിപ്പെടുത്തിയത്. പല കണ്ണികളെ ഉപയോഗിച്ചാണ് ഇവർ ഓൺലൈൻ വഴി ഈ ഹൈബ്രിഡ് കഞ്ചാവ് വിൽപ്പന നടത്തുന്നതെന്നും എക്സൈസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. വിഷ്ണു. ശരി, നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി നഗരത്തിലെ സ്വകാര്യ ബസ് ജീവനക്കാരുടെ മത്സരയോട്ടം ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്നു. മത്സരത്തിനിടെ ജീവനക്കാർ തമ്മിലുള്ള സംഘർഷവും പതിവാവുകയാണ്. ഇന്നലെ എടപ്പള്ളിയിൽ ബസ് ജീവനക്കാർ തമ്മിൽ ഏറ്റുമുട്ടുകയും ബസ്സുകൾ തകർക്കുകയും ചെയ്തിരുന്നു. കൊച്ചി നഗരത്തിലെ പ്രധാന പൊതുഗതാഗത മാർഗമാണ് സ്വകാര്യ ബസ്സുകൾ. തിരക്കേറിയ നഗരത്തിൽ ബസ്സുകൾ മത്സരവോട്ടം നടത്തുന്നത് കാൽനട യാത്രക്കാർക്കും ഇരുചക്രവാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർക്കും ഒരുപോലെ ഭീഷണി സൃഷ്ടിക്കുന്നു. മത്സരോട്ടം നിയന്ത്രിക്കാൻ പോലീസിന്റെ പരിശോധനകൾ നടന്നു വന്നിരുന്നെങ്കിലും ഇപ്പോൾ ഇത് നിലച്ച മട്ടാണ്. ഇതോടെ വീണ്ടും മത്സരോട്ടത്തിനെ തുടർന്നുള്ള അപകടങ്ങളും ജീവനക്കാർ തമ്മിലുള്ള സംഘർഷവും വർദ്ധിക്കുന്നു. ഇന്നലെ എടപ്പള്ളി ജംഗ്ഷനിൽ 2 ബസ്സിലെ ജീവനക്കാർ തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. തമ്മിലടിയിൽ ബസ്സുകളും ഇവർ തകർത്തു. സമയക്രമം പാലിക്കുന്നതിലെ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. റോഡിലെ യാത്രക്കാർക്ക് മാത്രമല്ല ബസ് സ്റ്റോപ്പുകളിൽ ബസ് കാത്തിരിക്കുന്നവർക്കും മത്സരപ്പാച്ചിൽ ഭീഷണിയാവുന്നുണ്ട്. ബസ്സുകൾ പലതും സ്റ്റോപ്പുകളിലേക്ക് ചേർത്ത് നിർത്താതെയാണ് ആളുകളെ കയറ്റുന്നത്. തിരക്ക് കൂടിയ സമയങ്ങളിൽ ഇത് ഗതാഗതക്കുരുക്കിനും കാരണമാകുന്നു. കലൂർ ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തിരുന്ന യുവതി ബസ്സിടിച്ച് മരിച്ചത് കഴിഞ്ഞ മാസമായിരുന്നു. കിരൺകുമാർ, ജനം, കൊച്ചി. തലചായ്ക്കാൻ ഒരു കൂരയില്ലാത്തപ്പോഴും തനിക്ക് ലഭിക്കേണ്ടിയിരുന്ന വീട് 7 കുടുംബത്തിന് കൈമാറിയ കൗൺസിലർക്ക് ഇനി സ്വന്തം വീട്ടിൽ അന്തിയുറങ്ങാം. തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിലെ ഇളമനത്തോപ്പ് വാർഡ് BJP കൗൺസിലർ വള്ളി രവിക്കൊരു വീട് യാഥാർത്ഥ്യമാക്കാൻ സംഘപ്രവർത്തകരും BJP പ്രവർത്തകരും ഒരേ മനസ്സോടെ മുന്നിട്ടിറങ്ങുകയായിരുന്നു. RSS ദക്ഷിണ കേരള പ്രാന്തപ്രചാരക സുദർശനൻ വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു. ഇരുമ്പനം HOC ടൗൺഷിപ്പിന് സമീപം ഇളമനത്തോപ്പിലാണ് കൗൺസിലർ വള്ളി രവിക്കായി വീട് നിർമ്മിച്ചു നൽകിയത്. താമസിക്കാനൊരു വീടില്ലാത്തപ്പോഴും തനിക്ക് ലഭിക്കേണ്ട വീട് ഇതിലേറെ ദുസ്ഥിതിയിൽ ഷീറ്റ് വലിച്ചു കിട്ടിയ ചോർന്നൊലിക്കുന്ന കൂരയിൽ താമസിക്കുന്ന 4 സ്ത്രീകൾ ഉൾപ്പെട്ട കുടുംബത്തിന് നൽകിയാൽ മതിയെന്ന വള്ളി രവിയുടെ തീരുമാനം ഉറച്ചതായിരുന്നു. വാർഡിലെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന കൗൺസിലറുടെ നന്മ മനസ്സിൽ 2017 CSR ഫണ്ടിൽ വർമ്മ ഹോംസ് ആയിരുന്നു വീട് നിർമ്മിച്ചു കൈമാറിയത്. വള്ളി രവിയെയായിരുന്നു ആദ്യം തിരഞ്ഞെടുത്തത്. ഇവരുടെ കഷ്ടപ്പാടും ദുരിതവും ഞാൻ ഒരുപാട് കണ്ടതാണ്. അവരുടെ ഭക്ഷണം വരെയും കഴിക്കാൻ ബുദ്ധിമുട്ടി ഉള്ള സാഹചര്യമായിരുന്നു. അപ്പം ഞാൻ അവരുമായിട്ട് വന്ന് അവരുടെ വീട് കാണിച്ചു കൊടുത്ത് ഇവർക്ക് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. സംഘത്തിനും BJP പ്രവർത്തകരോടും ഇക്കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എന്നാൽ വള്ളിച്ചേച്ച് ഇതാണെങ്കിൽ നല്ല കാര്യമാണ്, നടക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ വാടകയ്ക്കാണ് താമസിച്ചിരുന്നത്. അപ്പം എനിക്ക് കൗൺസിലർ എന്നപ്പോൾ കിട്ടുന്ന ആ പൈസ കൊണ്ടാണ് ഞാൻ വാടകയ്ക്ക് താമസിച്ചിരുന്നത്. സംഘത്തിൻ്റെ ആളുകൾ, നമ്മുടെ ഇരുമ്പനം പ്രദേശത്തുള്ളവരും തൃപ്പൂണിത്തുറയിലുള്ള സംഘത്തിൻ്റെ പ്രവർത്തകരും അല്ലാത്ത ഒരുപാട് പ്രവർത്തകരുടെ സഹായം നല്ല രീതിയിൽ തന്നെ ഈ ഒരു വീട് എനിക്കായിട്ട് സമ്മാനിച്ചു. എൻ്റെ മക്കളും കുറച്ച് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെയും സഹായം കൊണ്ട് വളരെ സന്തോഷമാണ്. ഇപ്പം വീടെന്ന എൻ്റെ സ്വപ്നം ഇവിടെ സാക്ഷാത്കരിക്കുകയാണ്. വാടക വീടുകൾ മാറി താമസിച്ച വള്ളി രവിക്കായി RSS BJP പ്രവർത്തകരും മറ്റ് സഹപ്രവർത്തകരുമെല്ലാം ഒരുമിച്ചപ്പോൾ ഇടിഞ്ഞു വീഴാറായ വീടിന്റെ സ്ഥാനത്ത് എല്ലാ സൗകര്യങ്ങളുമുള്ളൊരു വീട് വരുന്നു. മാനവസേവയെ മാധവസേവയെ കണ്ട് പ്രവർത്തിക്കുന്ന മാതൃകയായ കൗൺസിലർക്കായി അതേ വാക്യങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് പേർ ഒത്തുചേരുകയായിരുന്നു. വള്ളിച്ചേച്ചിറ വാർഡിലെ വർമ്മ ഹോംസിന്റെ CSR ഫണ്ട് ഉപയോഗിച്ച് ഒരു വീട്
കൊടുക്കാമെന്നുള്ള ഒരു ഇത് വന്നപ്പോൾ ആദ്യം ഞങ്ങൾ വള്ളിച്ചേച്ചിക്ക് കൊടുക്കാമെന്നുള്ള ഇതിൽ വന്നിരുന്നെങ്കിലും വള്ളിച്ചേച്ചി തന്നെ ഞങ്ങളോട് പറഞ്ഞു അത് 4 സ്ത്രീകളുള്ള ഒരു ആൺതുണയില്ലാത്തൊരു കുടുംബമുണ്ട്, അവർക്ക് കൊടുക്കുവാണെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പാർട്ടിക്കാരെല്ലാവരും കൂടെ അതിനോട് മുന്നോട്ട് വന്ന് അവർക്ക് ഒരു നല്ലൊരു വീട്, ഒരു 10 ലക്ഷം 12 ലക്ഷം രൂപയുടെ ഉള്ളിൽ വരുന്ന നല്ലൊരു വീട് പണിയിച്ച് അവർക്ക് അതിനൊരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് വള്ളിച്ചേച്ചി ചെയ്തത്. പിന്നീടും ഞങ്ങൾ പാർട്ടിക്കാരെല്ലാവരും തീരുമാനിച്ച് വീണ്ടും വള്ളിച്ചേച്ചിക്ക് ഒരു കുടുംബം വേണമല്ലോ എന്തായാലും. അങ്ങനെ ഞങ്ങൾ തിരുവാങ്കുളത്തെയും ഇരുമ്പനത്തെയും പിന്നെ തൃപ്പൂണിത്തുറയിൽ കുറച്ച് ഞങ്ങളുടെ പ്രവർത്തകരെല്ലാവരുടെ ചേർന്നിട്ടാണ് വള്ളിച്ചേച്ചിക്ക് ഇന്ന് വള്ളിച്ചേച്ചിയുടെ ഏറ്റവും വലിയ സ്വപ്നമായ ഈ വീട്. RSS ദക്ഷിണ കേരള പ്രാന്ത പ്രചാരക് S. സുദർശൻ വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. ഷൈജു, BJP നേതാവ് PR ശിവശങ്കരൻ, തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി BJP പാർലമെന്ററി പാർട്ടി ലീഡർ PK പീതാംബരൻ, മറ്റ് കൗൺസിലർമാർ, പാർട്ടി മണ്ഡലം ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. ജനം, കൊച്ചി. മഴയത്ത് മിഴിവോടെ പാലക്കാട് നെന്മാറ വല്ലങ്ങി വേല ആഘോഷിച്ചു. വാൾക്കടയിലൂടെയാണ് നെന്മാറ ദേശത്തിന്റെ ചടങ്ങുകൾ ആരംഭിച്ചത്. കോലം കയറ്റിയതോടെ പകൽ വേല എഴുന്നള്ളത്ത് ആരംഭിച്ചു. പുതുപ്പള്ളി കേശവനാണ് തിടമ്പേറ്റിയത്. തിടമ്പ് പൂജയോടെയാണ് വല്ലങ്ങി ദേശത്തിന്റെ ചടങ്ങുകൾക്കും തുടക്കമായത്. ഗുരുവായൂർ നന്ദൻ തിടമ്പേറ്റി. ഇരുദേശത്തിൻ്റെയും എഴുന്നള്ളത്ത് ആചാരപരമായി പാണ്ഡിമേളത്തോടെ കാവുകയറി പ്രദക്ഷിണം നടത്തിയ ശേഷം ദേശങ്ങളിലേക്ക് മടങ്ങി. മഴ ആശങ്ക സൃഷ്ടിച്ചെങ്കിലും രാത്രിയും ഇന്ന് അതിരാവിലെയുമായി ഇരുദേശത്തിൻ്റെയും ഗംഭീര വെടിക്കെട്ടും നടന്നു. വൻ ജനക്കൂട്ടമാണ് രാജ്യത്തെ ഏറ്റവും വലിയ വെടിക്കെട്ട് നടക്കുന്ന ഉത്സവം കാണാനായി എത്തിയത്. വയനാട് പോലീസ് സ്റ്റേഷനിൽ തൂങ്ങി മരിച്ച വനവാസി യുവാവ് ഗോകുലിന്റെ മരണത്തിൽ ദുരൂഹത തുടരുന്നു. മരണത്തിന് കാരണക്കാരായ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട BJP ST മോർച്ച രംഗത്തെത്തി. ദളിത് വനവാസി വിഭാഗങ്ങൾ പിണറായി പോലീസിന്റെ കീഴിൽ സുരക്ഷിതരല്ലെന്ന് ST മോർച്ച സംസ്ഥാന പ്രസിഡന്റ് മുകുന്ദൻ പള്ളിയറ ചൂണ്ടിക്കാട്ടി. പക്ഷെ അതിന് മുഴുവനും ഉത്തരവാദി മുഴുവനും പോലീസാണെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പക്ഷേ വെച്ചാൽ ആ പോലീസിൻ്റെ നടുവിൽ അവർ ഇത്രയും ശ്രദ്ധിക്കാണ്ടും ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ആ ഗോകുലിൻ്റെ മരണത്തിൽ സത്യത്തിൽ പോലീസാണ് കുറ്റക്കാരൻ എന്നുള്ളതാണ്. അതിൽ ഒരു അന്വേഷണം നടത്തി അതിനെ വെളിച്ചത്ത് കൊണ്ടുവരണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അതിന് പാർട്ടി നമ്മുടെ ST മോർച്ചയുടെ നേതൃത്വത്തിൽ അതിന് കേസ് പരാതി കൊടുക്കുകയും അതിനുവേണ്ടി പോലീസ് ഉദ്യോഗസ്ഥന്മാരായിട്ട് സംസാരിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ കേസിന് നമ്മളെന്തായാലും വെറുതെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അതിന് അവർക്ക് നീതി കിട്ടുന്നവരെ, അവരുടെ കുടുംബത്തിന് നീതി കിട്ടുന്നവരെ അതിനിപ്പോൾ പോരാടാനാണ് തയ്യാറായിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, എന്തിനായാലും വനവാസി യുവാവിൻ്റെ മരണത്തിൽ ദുരൂഹതകൾ തുടരുകയാണ്. ഒരുപക്ഷെ ആഭ്യന്തര വകുപ്പ് പോലും മറുപടി പറയാതെ ഈ ഒരു നിലപാട് സ്വീകരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്കല്ലേ കടക്കുന്നത്? വിഷ്ണു, ഈ തുടർച്ചയായ മാസങ്ങൾക്കിടെ 2 വനവാസി യുവാക്കളാണ് ഈ വയനാട്ടിൽ കൽപ്പറ്റയിൽ തന്നെ പോലീസിന്റെ അതിക്രമം അല്ലെങ്കിൽ പോലീസിനെ ഭയന്ന് ആത്മഹത്യയിൽ അഭയം പ്രാപിച്ചിരിക്കുന്നത്. ഈ രതിൻ എന്ന് പറയുന്ന മാസങ്ങൾക്ക് മുമ്പാണ് ഈ രതിനും പെൺസുഹൃത്തും തമ്മിൽ സംസാരിച്ചിരിക്കുന്നത് പോലീസ് കാണുകയും ഈ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അതിൽ ഇടപെടുകയും ഈ രതിനെ ഭീഷണിപ്പെടുത്തുകയും പോക്സോ കേസിലടക്കം ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് നിരന്തരം ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്ന് സഹോദരിയോട് പറഞ്ഞ് ആ വീഡിയോ അടക്കം റെക്കോർഡ് ചെയ്തുകൊണ്ടാണ് ഈ രതിൻ ഈ മാസങ്ങൾക്ക് മുൻപ് ആത്മഹത്യ ചെയ്തത്. അതൊന്നായിരുന്നു. ഈ പോലീസിനെ ഭയന്ന് ആത്മഹത്യ ചെയ്ത ഒരു യുവാവ് തന്നെയായിരുന്നു രതിന്. ആ കേസും എവിടെയും എത്തിയില്ല എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മറ്റൊന്ന്, ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ഗോകുലിന്റെ മരണവുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ ഏറ്റവും നിർണായകം ഗോകുലിന് 18 വയസ്സ് തികഞ്ഞിട്ടില്ല എന്നതാണ്. ഗോകുലിനെയും പെൺസുഹൃത്തിനെയും ഈ പെൺസുഹൃത്തിനെയും ഒരുമിച്ച് കാണാതാകുന്നു. കോഴിക്കോട് വെച്ചാണ് ഇവരെ കണ്ടെത്തി കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലേക്ക് ഇവരെ എത്തിക്കുകയും ചെയ്തിരുന്നു. പെൺകുട്ടിയെ അന്ന് തന്നെ മറ്റൊരു ഈ താൽക്കാലിക സദനത്തിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. ഈ ഗോകുലിനെ ഈ പോലീസ് സ്റ്റേഷനിൽ തന്നെ നിർത്തുകയും ചെയ്യുകയാണ് ഉണ്ടായത്. പക്ഷെ ഈ സമയം അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ കൃത്യമായി ആ വനവാസി യുവാവിനെ ഭീഷണിപ്പെടുത്തി എന്ന് തന്നെ പറയാതിരിക്കാൻ കഴിയില്ല. പോക്സോ കേസിൽ പെടുത്തി അകത്താക്കും, പുറം ലോകം കാണില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു തരത്തിൽ മരണത്തിലേക്ക് ആ പോലീസ് ഉദ്യോഗസ്ഥർ ആ ഗോകുൽ എന്ന് പറയുന്ന 18 വയസ്സ് പോലും തികയാത്ത ആ ചെറുപ്പക്കാരനെ തള്ളിവിടുകയായിരുന്നു എന്നതാണ്. മറ്റൊന്ന്, ഈ 15 മിനിറ്റോളം കഴിഞ്ഞതിന് ശേഷമാണ് ഈ പോലീസുകാർ ആ ബാത്റൂമിലേക്ക് ചെന്ന് നോക്കുന്നത്. അപ്പോഴാണ് ഷർട്ടിൽ ഈ ഗോകുൽ തൂങ്ങി എന്ന വിവരം പോലീസുകാർ അറിയുന്നത്. ആദ്യം മുതൽ തന്നെ എങ്ങനെയാണ് ഒരാൾക്ക് ഈ ഷർട്ടിൽ തൂങ്ങി മരിക്കാൻ കഴിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ
ഒരു സംശയം ഉണ്ടായിരുന്നു. എന്നാൽ അതിന് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, മുൻപും അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. പക്ഷെ അതിലും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. എന്നാലും ഇത്തരത്തിലൊരു 18 വയസ്സ് പോലും തികയാത്ത ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ 15 മിനിറ്റോളം ബാത്റൂമിലേക്ക് പോയിട്ടും തിരികെ വരാതിരുന്നിട്ടും അതിനുശേഷമാണ് പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത് എന്നതാണ് പോലീസിന്റെ ആദ്യത്തെ വീഴ്ച. മറ്റൊന്ന്, ഈ ഗോകുലിനോട് പോലീസുകാർ ഭീഷണി സ്വരത്തിൽ പറഞ്ഞത് അടക്കമുള്ള കാര്യങ്ങൾ, ഇതിലൊക്കെയുള്ള മനോവിഷമത്തിൽ പോലീസിന്റെ ഗുണ്ടായിസം അല്ലെങ്കിൽ പോലീസിന്റെ ഭീഷണിയെ തുടർന്നാണ് ആ ചെറുപ്പക്കാരൻ പോലീസ് സ്റ്റേഷനിലെ അവിടെ വെച്ച് തന്നെ ആത്മഹത്യ ചെയ്തത്. ഈ വിഷയത്തിൽ നമുക്കറിയാം, ഇത് വനവാസി യുവാവാണ്, ദളിതനാണ്. എന്നിട്ട് പോലും ഈ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ പീഡനം സഹിക്കാൻ വയ്യാതെയാണ് ആ യുവാവ് ആത്മഹത്യ ചെയ്തത്. ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും കൃത്യമായ ഒരു നടപടിയിലേക്ക് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരോ മറ്റൊന്നും തന്നെ കടക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ST മോർച്ച ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടൽ നടത്തിയിരിക്കുന്നത്. കൃത്യമായി ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വരും ദിവസങ്ങളിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കാനാണ് ST മോർച്ചയുടെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട ഒരു വലിയ പരാതി പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൃത്യമായി ഗോകുലിന്റെ കുടുംബത്തിന് നീതി ലഭിക്കുന്നത് വരെ പോരാട്ടം തുടരും എന്ന് തന്നെയാണ് ST മോർച്ചയുടെ ഭാഗത്തു നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഈ വരും ദിവസങ്ങളിൽ ഇന്ന് പോലീസ് അന്ന് ഗോകുൽ മരിച്ച ദിവസം ആ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒക്കെ തന്നെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും എന്നതാണ്. ഈ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കും എന്നുകൂടി അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും കൃത്യമായി ഈ തുടരെ രണ്ട് ആദിവാസി അല്ലെങ്കിൽ വനവാസി യുവാക്കളാണ് പോലീസിനെ ഭയന്ന്, പോലീസിന്റെ ഭീഷണി ഭയന്ന് തൂങ്ങി മരിച്ചിരിക്കുന്നത് എന്നതൊരു നിസാരമായ കാര്യമല്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു അന്വേഷണം, ഈ കുറ്റക്കാർക്കെതിരെ കൃത്യമായ ഒരു നടപടി, അത് തന്നെയാണ് ST മോർച്ച അടക്കമുള്ള സംഘടനകളുടെ ആവശ്യം. വിഷ്ണു. ശരി, അനഘയാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്. കാരുണ്യയിൽ പ്രതീക്ഷയേറ്റ രോഗികൾ. കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ ആനുകൂല്യം ലഭ്യമാകാത്തതിനാൽ ഹൃദ്രോഗികൾ ഉൾപ്പെടെ മെഡിക്കൽ കോളേജുകളിൽ നിന്ന് ചികിത്സ ലഭ്യമാകാതെ മടങ്ങുകയാണ്. രോഗികളോട് ഇടത് സർക്കാർ കാണിക്കുന്ന കടുത്ത വഞ്ചനയെന്നാണ് ഉയരുന്ന ആരോപണം. കൂടുതൽ വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേർന്നുണ്ട്. രശ്മി, നമുക്കറിയാം സംസ്ഥാനത്തെ ഇത്തരത്തിലുള്ള ഗവൺമെൻറ് ആശുപത്രികളിൽ പോലും കൃത്യമായ സംവിധാനങ്ങളില്ല, അല്ലെങ്കിൽ സജ്ജീകരണങ്ങളില്ല, സൗകര്യങ്ങൾ പോലുമില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു ഇൻഷുറൻസ് പദ്ധതി പോലും രോഗികൾക്ക് ലഭ്യമാകുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി ഉള്ളത്. ഒരു പക്ഷേ ഇത് രോഗികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരട്ടി ദുരിതമല്ലേ സമ്മാനിക്കുന്നത്? വിഷ്ണു, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അല്ലെങ്കിൽ കാസ്പ് എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകൾക്ക് സൗജന്യമായി ചികിത്സ നൽകുന്ന പദ്ധതിയാണ്. ഇടത് സർക്കാർ വലിയ അഭിമാന നേട്ടമായി പദ്ധതി അവതരിപ്പിച്ചിരുന്നു. ഏതാണ്ട് 45 ലക്ഷത്തോളം ആളുകളാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളായി വരുന്നത്. നേരത്തെ തന്നെ കാരുണ്യ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. കാരണം ഇതിൽ എംപാനൽ ചെയ്തിരിക്കുന്നത് സ്വകാര്യ ആശുപത്രികൾ കൂടിയാണ്. എംപാനൽ ചെയ്തിരിക്കുന്നതിൽ ഭൂരിഭാഗം ആശുപത്രികളും ഈ എംപാനൽ ചെയ്ത ആശുപത്രികളൊക്കെ തന്നെ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യമുണ്ടായത്. അതായത് കോടിക്കണക്കിന് രൂപ കുടിശ്ശികയുള്ള സാഹചര്യത്തിലാണ് ഈ എംപാനൽ ചെയ്ത ആശുപത്രികളൊക്കെ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറിയത്. കേന്ദ്ര വിഹിതവുമുണ്ട്, സംസ്ഥാന വിഹിതവുമുണ്ട്. ഇതിൽ കേന്ദ്ര വിഹിതം കൃത്യമായി ലഭ്യമാക്കുന്നുണ്ടെങ്കിലും സംസ്ഥാന വിഹിതം ഇല്ലാത്തത് കൊണ്ട് തന്നെ പദ്ധതി ഏതാണ്ട് പൂർണ്ണമായും നിലയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ എത്തിയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് എത്തിയ ഒരു രോഗിയാണ് ജനം ടിവിയോട് പ്രതികരിച്ചത്. അദ്ദേഹം കാർഡിയോളജി ചികിത്സയ്ക്ക് വേണ്ടിയാണ് തിരുവനന്തപുരത്ത് എത്തിയത്, ഹാർട്ട് സർജറിക്ക് വേണ്ടിയാണ് എത്തിയത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ ഒരു ഭീമമായ തുക 2 ലക്ഷത്തിലധികം രൂപ അടച്ചാൽ മാത്രമേ ശസ്ത്രക്രിയ നടത്താൻ കഴിയൂ എന്നുള്ളതാണ് ആശുപത്രിയിലെ അധികൃതർ പറഞ്ഞൊരു കാര്യം. അതിൽ കാരുണ്യ ഇൻഷുറൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തൽക്കാലത്തേക്ക് ഈ പദ്ധതി നിർത്തിവെച്ചിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ പണം അടച്ച് ചികിത്സ ചെയ്യൂ, അതിനുശേഷം കുറച്ചു നാളുകൾക്ക് ശേഷം പണം വരുന്നതിനനുസരിച്ച് ആനുകൂല്യം തിരിച്ചു നൽകാം എന്നായിരുന്നു ആശുപത്രി അധികൃതരുടെ മറുപടി. മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോഴും ഇതുതന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ നിരവധി ആളുകൾ, അതായത് കാരുണ്യയുടെ ആ ഒരു ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ സർജറികൾ ഉൾപ്പെടെ ചെയ്യാമെന്ന് കരുതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്ന നിരവധി ആളുകളാണ് ഇത്തരത്തിൽ ചികിത്സ ലഭിക്കാതെ മടങ്ങുന്നത്. കൃത്യമായി കേന്ദ്രവിഹിതം ഉൾപ്പെടെ ലഭ്യമാക്കുമ്പോഴാണ് സർക്കാർ ആ തുക വകമാറ്റി ചെലവഴിച്ച് ഈ പദ്ധതി ഏതാണ്ട് പൂർണ്ണമായും നിലയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. സർക്കാർ ആശുപത്രികളും സ്വകാര്യ ആശുപത്രികളെയും എംപാനൽ ചെയ്തുകൊണ്ടാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കി വന്നിരുന്നത്. ഏതായാലും ഏതാണ്ട് ഭൂരിഭാഗം ആശുപത്രികളും ഈ കുടിശ്ശിക കാരണം പദ്ധതിയിൽ നിന്ന്
പൂർണ്ണമായി പിന്മാറുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും സർക്കാരിനെതിരെ, ഇടത് സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള ഒരു വിമർശനമാണ് ഈ രോഗികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. സാധാരണക്കാർക്ക് ആശ്രയമാണ്, അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ നമ്പർ 1 ആണ് എന്ന അവകാശവാദമാണ് സർക്കാർ ഉന്നയിക്കുന്നത്. പക്ഷേ ഇതാണ് രോഗികളുടെ അവസ്ഥ. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ല. മാത്രമല്ല അനാവശ്യമായി ഫീസ് ആശുപത്രികളിൽ ഈടാക്കുന്നു എന്നുള്ളൊരു പരാതിയും ഈ രോഗികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വിഷ്ണു. ശരി, രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്. വ്യാപാരികൾ നേരിടുന്ന മാലിന്യ പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് ജില്ലയിലെ ചിക്കൻ വ്യാപാരികൾ സമരത്തിലേക്ക്. കടകളിൽ നിന്നുള്ള കോഴി മാലിന്യം സംഭരിക്കുന്നത് 1 മാസമായി കൃത്യമായി നടക്കാത്തതിനാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളടക്കം ഉണ്ടാകുന്നതും വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നു. ജില്ലയിലെ 2000-ഓളം വരുന്ന ചിക്കൻ വ്യാപാരികൾ നേരിടുന്ന മാലിന്യ പ്രശ്നം ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ചിക്കൻ വ്യാപാരി സമിതിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം ആരംഭിക്കുന്നത്. കടകളിൽ നിന്ന് മാലിന്യം സംഭരിക്കൽ 1 മാസമായി കൃത്യമായി നടക്കുന്നില്ല. മാലിന്യം കെട്ടിക്കിടന്ന് ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയാണ്. പകർച്ചവ്യാധി അടക്കമുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കാണ് ഇത് വഴിവെക്കുന്നത്. നമുക്ക് ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മളെ മാലിന്യം നീക്കം ചെയ്യുന്നില്ല. ഇപ്പോൾ മാസങ്ങളോളായിട്ട് നമ്മളെ മാലിന്യം നീക്കം ചെയ്യുന്നില്ല. അത് നമുക്ക് കടകളിൽ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ള പ്രയാസങ്ങളാണ്. തൊട്ടടുത്തുള്ള കടകൾ, തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ ചില കടൻ്റെ അടുത്ത് റെഡിമെയ്ഡ് ഷോപ്പ്, ഹോട്ടൽ, അങ്ങനെയുള്ള പല സ്ഥാപനങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയിലായിരിക്കും ചിക്കൻ സ്റ്റാൾ ഉണ്ടാവുക. ആ ചിക്കൻ സ്റ്റാളിൽ അവിടെ ഭയങ്കര പരാതികളാണ്. അവർ അങ്ങാടിയിൽ എന്ന് പറഞ്ഞാൽ ഒരു അങ്ങാടിയിലേക്ക് ഇറങ്ങാൻ കഴിയാത്തൊരവസ്ഥ. ഒരു 4 ബോക്സ് ചണ്ടി 2 ദിവസം കെട്ടി നിൽക്കുകയാണെങ്കിൽ ആ അങ്ങാടിയിലേക്ക് ഒരാൾക്ക് ഇറങ്ങി വരാൻ കഴിയാത്തൊരവസ്ഥയാണുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കോഴിക്കോട് കോർപ്പറേഷനിലും അതുപോലെ തന്നെ മറ്റുള്ള ജില്ലയിലുള്ള മറ്റുള്ള എല്ലാവിധം പഞ്ചായത്തുകളിലൊക്കെ ഇതിന് പരാതി കൊടുത്തിട്ടുണ്ട്. ഇത് മാസങ്ങളോളായിട്ടുള്ളൊരു പ്രശ്നമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ വേസ്റ്റിൻ്റെ പ്രശ്നം കടകൾ പൂട്ടി സമരത്തിലേക്ക് തന്നെ കടന്നു പോകേണ്ട അവസ്ഥയാണ്. അമ്പായത്തോട് പ്രവർത്തിക്കുന്ന ഫ്രഷ് കട്ട് എന്ന മാലിന്യ സംസ്കരണ കേന്ദ്രം മാത്രമാണ് ജില്ലയിലുള്ളത്. സ്ഥാപനത്തിന് ലൈസൻസ് പുതുക്കി നൽകേണ്ടെന്നാണ് കട്ടിപ്പാറ പഞ്ചായത്തിന്റെ തീരുമാനം. പ്ലാന്റിൽ നിന്നും മാലിന്യം ഇരുവഴിഞ്ഞിപ്പുഴയിലേക്ക് ഉൾപ്പെടെ ഒഴുക്കിവിടുന്നതായി നാട്ടുകാർ ആരോപിച്ചിരുന്നു. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് പഞ്ചായത്ത് ലൈസൻസ് പുതുക്കി നൽകേണ്ടെന്ന് തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് സ്ഥാപനം പ്രവർത്തിക്കുക. ജില്ലയിൽ കൂടുതൽ റെന്റിംഗ് പ്ലാന്റുകൾ അനുവദിക്കണമെന്നും ഇതര ജില്ലകളിൽ നിന്നുള്ള പ്ലാന്റുകൾക്ക് മാലിന്യം ശേഖരിക്കാനുള്ള തടസ്സങ്ങൾ നീക്കണമെന്നുമാണ് വ്യാപാരികളുടെ ആവശ്യം. ജനം, കോഴിക്കോട്. പ്രമുഖ ബോളിവുഡ് നടൻ മനോജ് കുമാർ അന്തരിച്ചു. 87 വയസ്സായിരുന്നു. ഹൃദയസംബന്ധമായ രോഗത്തെ തുടർന്ന് മുംബൈയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം. ദേശഭക്തി ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ നടനായിരുന്നു മനോജ് കുമാർ. 1957-ൽ ഫാഷൻ എന്ന ചിത്രത്തിലൂടെയാണ് മനോജ് കുമാർ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ചത്. നരേന്ദ്രമോദിയും രാജ്നാഥ് സിംഗും അനുശോചനം രേഖപ്പെടുത്തി. തിരുവനന്തപുരം ബ്യൂറോയിലെ ഞങ്ങളുടെ പെൺകരുത്ത് പ്രിയപ്പെട്ട ടിൻഡുദാസിന് ഇന്ന് പിറന്നാളാണ്. ആശംസകൾ നേരുന്നു. ചരിത്രപ്രസിദ്ധമായ കരിക്കകം പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായി. ചാമുണ്ഡി ക്ഷേത്ര സന്നിധിയിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ഈ വർഷത്തെ കരിക്കകത്തമ്മ പുരസ്കാരം സമ്മാനിച്ചു. ഉദയസമുദ്ര ഗ്രൂപ്പ് ഓഫ് ചെയർമാനും ജനം TV MD-യുമായ ചെങ്കൽ S. രാജശേഖരൻ നായർ പുരസ്കാരം ഏറ്റുവാങ്ങി. ഈ മാസം 9-ാം തീയതിയാണ് ചരിത്രപ്രസിദ്ധമായ കരിക്കകം പൊങ്കാല നടക്കുന്നത്. ചരിത്രപ്രസിദ്ധവും പുണ്യപുരാതനവുമായ കരിക്കകം ചാമുണ്ഡി ക്ഷേത്രത്തിൽ ഇനി ആഘോഷ നാളുകളാണ്. ഈ വർഷത്തെ ഉത്സവാഘോഷങ്ങൾക്ക് ഇന്നലെ നടന്ന സാംസ്കാരിക സമ്മേളനത്തോടെ തുടക്കമായി. ഗതാഗത മന്ത്രി KV ഗണേഷ് കുമാർ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു.
ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ക്ഷേത്രം ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 15ാമത് കരിക്കകത്തമ്മ പുരസ്കാരം ഉദയസമുദ്ര ഗ്രൂപ്പ് ഓഫ് ചെയർമാനും ജനം TV MD-യുമായ ചെങ്കൽ S. രാജശേഖരൻ നായർക്ക് സമ്മാനിച്ചു. 50,001 രൂപയും ഫലകവും പ്രശസ്തി പത്രവും ചിത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. പുരസ്കാരദാനത്തിൽ സന്തോഷം രേഖപ്പെടുത്തിയ അദ്ദേഹം ജനിച്ച നാളിനെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് തന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു. സത്യസന്ധവും നിഷ്ഠയോടും കൂടിയ ജീവിതം മനുഷ്യനെ ഉന്നതിയിലേക്ക് എത്തിക്കും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എൻ്റെ നാട്ടിൻ്റെ അവസ്ഥ തൊഴിലില്ലായ്മയാണ്. ഇപ്പം എനിക്കറിയാവുന്നുള്ള തൊഴിൽ ഞാൻ എൻ്റെ നാട്ടിൽ വന്ന് ചെയ്യണം. ഇതെൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കുകൂടെയാണ്. എൻ്റെ അമ്മ കേട്ടു, മോനെ നീ എത്ര വർഷം എന്നെ ഞാൻ കരയിപ്പിക്കും, വരുന്നു പോകുന്നു, ഞാൻ നിന്നെ ഓർത്ത് ദുഃഖിക്കുന്നു. അമ്മയുടെ ദുഃഖങ്ങളാണ്. ആ ദുഃഖം ഈ നാട്ടിൽ മൊത്തമായിട്ടുണ്ട്. തൊഴിലില്ലാത്തത് ഇല്ലാതാക്കിയതാണ്, അത് തീർച്ചയാണ്. അതാണ് ഞാൻ പഠിച്ച തൊഴിൽ ഞാൻ നാട്ടിൽ വന്ന് തിരിച്ചു കൊടുക്കും. ഇതെൻ്റെ ഒരു വാക്കാണ്. ആ വാക്കനുസരിച്ചാണ് കഴിഞ്ഞ 27 വർഷമായിട്ട് എൻ്റെ നാട്ടിൽ വന്നിട്ട് എനിക്കറിയാവുന്ന തൊഴിലൊക്കെ ഞാൻ ഇവിടെ ചെയ്തത്. ഞാൻ വിദ്യാഭ്യാസം പഠിക്കുന്നതല്ല, പക്ഷെ ഞാൻ ഇന്നും ഒരു സ്റ്റുഡൻ്റാണ്. ഞാൻ എൻ്റെ ഫീൽഡിന് ഞാൻ ഇപ്പോഴും ഇവിടെ പോയാലും നോക്കി പഠിക്കും. ഹോസ്പിറ്റാലിറ്റി ഫീൽഡിൽ എന്തൊക്കെ മാറ്റം വരുത്താൻ ചെയ്യും, എങ്ങനെയൊക്കെ ഇരിക്കണമെന്നുള്ളത്. ആർക്കും വേണ്ടാത്ത സ്ഥലങ്ങളൊക്കെ എടുത്തിട്ടാണ് ഞാനിപ്പോൾ ഹോട്ടൽ ചെയ്തത്. ലോകത്തിലെ ഏറ്റവും പരമോന്നത പല അവാർഡുകളും നേടി. അതിനപ്പുറം എനിക്ക് അവാർഡിനപ്പുറം കുറേ ആൾക്കാർക്ക് തൊഴിൽ കൊടുത്തു. അവരുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായ കലാപരിപാടികളുടെ ഉദ്ഘാടനം ചലച്ചിത്ര നടൻ ജയസൂര്യ നിർവഹിച്ചു. ഇനിയുള്ള നാളുകൾ കരിക്കകം നിവാസികൾക്ക് ഉത്സവലഹരിയാണ്. ക്ഷേത്രാചാരങ്ങൾക്ക് പുറമെ വിവിധ വേദികളിലായി കലാസാംസ്കാരിക പരിപാടികളും നടക്കും. ഈ മാസം 9-ാം തീയതിയാണ് ചരിത്രപ്രസിദ്ധമായ കരിക്കകം പൊങ്കാല. ജനം, തിരുവനന്തപുരം. പുത്തൻപുലരി പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ലൈവ് റിപ്പോർട്ട്സുമായി അനു സൂരജ് ചേരും. നമസ്തേ.